രോമാ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അരോമാ ടിവിയുടെ ചാനലിലൂടെ ഇതിനോടകം അനേക പ്രിയപ്പെട്ടവരുടെ ജീവിത അനുഭവങ്ങളും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അത് പ്രേക്ഷകർക്ക് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന് അറിയുവാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ചാനലിലൂടെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും ശുശ്രൂഷയുടെയും വേറിട്ട അനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ലോകത്തിന്റെ വിവിധ കോണുകൾ, വിവിധ സാഹചര്യങ്ങളിൽ ആരാലും അറിയപ്പെടാതെ കഴിയുന്ന, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിത അനുഭവങ്ങൾ നിങ്ങളുടെ മുൻപാകെ പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന ബീഹാറിൽ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീത കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ തന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ, സംഭവങ്ങൾ പ്രേക്ഷകർക്ക്, കേൾവിക്കാർക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തരത്തക്ക രീതിയിൽ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ TC ബാബു അവറുകൾ ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കുകയാണ്. ഈ സാക്ഷ്യ പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തി ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ TC ബാബു അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാ TV പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അരോമ എപ്പോഴും സന്തോഷം നൽകുന്നതാണ്. കാരണം അത് ഹൃദയത്തിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് പകരപ്പെടുന്നതാണ്. അരോമ TV പോലെയുള്ള ടിവികളിൽ പലരുടെയും സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്കും ഒരു സാക്ഷ്യം പറഞ്ഞാൽ കൊള്ളാം, എങ്ങനെ അവിടെ എത്തിച്ചേരും എന്നൊക്കെ ആലോചിക്കാറുണ്ടായിരുന്നു. അപ്പോഴാണ് സമയത്തിനും കാലത്തിനും അതീതനായ ദൈവം നമ്മളുടെ സമയം നന്നായി അറിയുന്നവനും തക്ക സമയത്ത് ഉത്തരം നൽകുന്നവനുമാണ് എന്ന ഒരു ശബ്ദം ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പാസ്റ്റർ NM ജോസഫ് എന്നെ വിളിച്ച് അരോമ TVയിൽ സാക്ഷ്യം പറയുവാൻ ഒരു സന്ദർഭമുണ്ട്, പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ വളരെ സന്തോഷത്തോടെ അത് സ്വീകരിക്കുവാൻ തക്കണം ഇടയായിത്തീർന്നു. എനിക്ക് ഇത്രയും വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ എൻ്റെ സാക്ഷ്യം പറയുവാൻ തക്കണം സന്ദർഭം ഒരുക്കി തന്ന സർവശക്തനായ ദൈവത്തിനും അതിനായി മനുഷ്യ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന അരോമ TVയുടെ ഡയറക്ടർ ഡാനിയൽ ജോൺ അവർക്കും അതുപോലെ തന്നെ തൻ്റെ ടീമിനും ഹൃദയം നിറഞ്ഞ എൻ്റെ ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ നിന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ എൻ്റെ സ്നേഹവന്ദനവും നന്ദിയും അറിയിക്കുകയാണ്. എൻ്റെ പേര് പാസ്റ്റർ TC ബാബു എന്നാണ്. ഞാൻ ബീഹാറിലാണ് കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നത്. എൻ്റെ ഭാര്യ മേഴ്സി PM. എനിക്ക് 2 മക്കളുണ്ട്, ഒരാൺമകനും ഒരു പെൺമകളും. ഞങ്ങള് 33 വർഷമായിട്ട് ബീഹാറിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. എൻ്റെ ബാല്യകാലം വളരെ സംഘർഷപരിപൂർണവും അതുപോലെ തന്നെ സന്തോഷവും ദുഃഖവും എല്ലാം ഒരുപോലെ കൂടിക്കലർന്ന ഒരു സമയമായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ 2 പേരും മരിച്ചുപോയി. കുടുംബ പശ്ചാത്തലം വളരെ സന്തോഷമുള്ള കുടുംബ പശ്ചാത്തലമാണ്. ഞങ്ങൾ 5 സഹോദരന്മാരാണ്, 5 സഹോദരങ്ങളാണ്. എൻ്റെ മൂത്തത് 2 സഹോദരിമാരാണ്. അവരിൽ ഒരാള് മരിച്ചുപോയി. ഇത് കുടുംബമായി താമസിക്കുന്നു, ജീവിക്കുന്നു. എൻ്റെ 2 അനുജന്മാരുണ്ട്. അവര് സ്വന്തം നാട്ടിൽ ഡബിൾ കട്ടിങ്ങിൽ, ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കും ഇടുക്കിക്കും ഇടയ്ക്കുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഡബിൾ കട്ടിങ്. ഞങ്ങൾ അവിടെ കുടിയേറി പാർക്കുന്നവരാണ്. അനിയന്മാർ 2 പേരും അവിടെ കുടുംബമായി ജീവിക്കുകയും കൃഷിപ്പണികളൊക്കെ ചെയ്ത് ജീവിക്കുന്നു. ദൈവകൃപയാൽ എനിക്ക് കർത്താവിന്റെ വേല ചെയ്യുവാൻ
ഞാൻ തിരഞ്ഞെടുക്കുവാൻ കാരണം പലതാണ്. അത് എൻ്റെ പിതാവിൽ നിന്നാണ് തുടങ്ങുന്നത്. എൻ്റെ പിതാവ് സ്വാതന്ത്ര്യ സമര കാലത്തിന് മുൻപുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. വിദ്യാഭ്യാസത്തിനായി ഒരു സ്കൂളിൽ ചേർന്നു, ഗവൺമെന്റ് സ്കൂളിൽ ചേർന്നു. ആ സമയത്ത് ദളിതർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള സമയം അനുവദിച്ചു വരുന്ന ആ സമയമായിരുന്നു. ജാതീയമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളില് കുട്ടികളുമായിട്ടുള്ള ഒരു അടിപിടുത്തത്തിൽ പിതാവിനെ വല്ലാതെ ശിക്ഷിക്കുകയും തെറ്റ് ചെയ്തവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ആ ഒരു വാശിക്ക് സാറന്മാരെയും ഉണ്ടാക്കി അവരുമായിട്ട് വല്ലാത്ത പ്രശ്നങ്ങളായി. അവസാനം ഒരു സാറിനെ കൈവച്ചു. അതുകൊണ്ട് അവിടെ നിന്നാൽ ജീവൻ അപകടമാണെന്ന് മനസ്സിലാക്കി ഒരു ബന്ധു വെള്ളിയാമറ്റം റബ്ബർ എസ്റ്റേറ്റിൽ തൊഴിലാളിയായിട്ടുണ്ട്, ബാർബർ തൊഴിൽ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ജീവരക്ഷാർത്ഥം ഓടിച്ചെന്നതാണ്. അദ്ദേഹം തൻ്റെ തൊഴിലായ ബാർബർ പണി പഠിപ്പിക്കാമെന്ന് പറഞ്ഞാണ് വിളിച്ചത്. എന്നാൽ അവിടെ ചെന്നപ്പോൾ അതിനേക്കാൾ ലാഭവും സ്വാതന്ത്ര്യമായി പ്രവർത്തിക്കാൻ കഴിയുന്നതും റബ്ബർ ടാപ്പ് ചെയ്യുന്ന തൊഴിലാണെന്ന് മനസ്സിലാക്കി റബ്ബർ ടാപ്പ് ചെയ്യുന്ന തൊഴിലാളിയായിട്ട് ജീവിച്ച് വരികയായിരുന്നു. യാതൊരു നിയന്ത്രണമില്ല, ആരും നിയന്ത്രണമില്ലാത്ത ഒരു വ്യക്തിയായി സ്വതന്ത്രനായി ജീവിക്കുകയായിരുന്നു. കാരണം എൻ്റെ പിതാവിൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് രണ്ടാമത് വിവാഹം കഴിച്ചു. അതിന് പറഞ്ഞതായ കാര്യം ജാതകം ശരിയല്ല എന്ന് പറഞ്ഞാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ പിതാവിനെ അമ്മയുടെ അനുജത്തി, അവരെല്ലാം അന്ന് ക്രിസ്ത്യാനികളായിരുന്നു. അമ്മയുടെ അനിയത്തി ഏറ്റെടുത്തു. അവർക്ക് 6 ആൺമക്കളും ഒരു പെൺമകളുമായിരുന്നു. അവരുടെ കൂട്ടത്തിൽ അവരുടെ ഒരു മകനായി പിതാവ് ജീവിതം ആരംഭിക്കുവാൻ തക്കണം ഇടയായി തീർന്നു. ആ സമയത്താണ് ഈ സ്കൂളിൽ പ്രശ്നമുണ്ടാകുന്നതും ഓടിപ്പോകുന്നതും. അങ്ങനെ അവിടെ അനിയന്ത്രണമായി കഴിയുന്ന സമയത്ത് ആ പിതാവിന്റെ അനുജന് കല്യാണമുണ്ടായി. അപ്പോൾ ആ കല്യാണത്തിന്, ചേട്ടന്റെ കല്യാണം, അനുജനെന്ന് പറഞ്ഞ അമ്മയുടെ അനിയത്തിയുടെ മക്കളാണ്. അപ്പോൾ ചേട്ടൻ നിൽക്കുമ്പോൾ അനുജനെ കല്യാണം ചെയ്തു കൊടുക്കുന്നത് ചോദിക്കാൻ വേണ്ടി വീട്ടിലെത്തിയതാണ്. അപ്പോഴേക്ക് അവരെല്ലാവരും കൂടി പറഞ്ഞു, നീ 1 മാസം ഇവിടെ നിന്നാൽ നിനക്ക് വിവാഹം നടത്തി തരാമെന്ന് പറഞ്ഞു. കാരണം എൻ്റെ അമ്മയായിട്ടുള്ള വിവാഹമാണ്. അവർ നേരത്തെ തന്നെ ആലോചിച്ചിരുന്നതാണ്. അവര് അമ്മയൊക്കെ വിശ്വാസികളാണ്, 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അപ്പോഴന്ന് വിവാഹം കഴിക്കണമെങ്കിൽ 4 ആഴ്ച തുടർച്ചയായി സഭയിൽ വിവാഹം പരസ്യം വായിച്ചെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ 4 ആഴ്ച പറയുന്നത്. അങ്ങനെ ആ 4 ആഴ്ചയിൽ കഴിഞ്ഞ് വിവാഹം കഴിച്ച് ചാച്ചൻ അമ്മയും കൊണ്ട് വെള്ളിയാമറ്റ് തൊഴിൽ സ്ഥലത്തെത്തി. അപ്പോൾ അമ്മയുടെ മൂത്ത അനുജത്തി ഈ എസ്റ്റേറ്റിന്റെ അടുത്ത് മറ്റ് കാളിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എസ്റ്റേറ്റിലെ അവർ റബ്ബർ വിട്ട് തൊഴിലാളികളാണ്. അമ്മയെ കാണാൻ വന്നപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കല്യാണത്തിന് വരാതിരുന്നത്, മറ്റുള്ള എല്ലാവരുടെയും കല്യാണത്തിന് സ്ഥിരം ചെല്ലാറുള്ളതാണ്. കല്യാണത്തിന് വരാതിരുന്നത് എൻ്റെ പിതാവിൻ്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ടും ഈ കല്യാണം വിളിക്കാൻ വന്നപ്പോൾ ഇതിനേക്കാൾ നല്ലത് അവളെ വെള്ളത്തിൽ കല്ല് കെട്ടി തൂക്കി ഇടുന്നതായിരുന്നു നല്ലതെന്ന് പറഞ്ഞ് വിവാഹത്തിന് വരികയില്ല എന്ന് പറഞ്ഞു വിട്ടിരുന്നു എന്നും പറഞ്ഞു. ഒത്തിരി കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം വിശ്വാസിയാണ്, അവർ കത്തോലിക്ക വിശ്വാസികളാണ്, ഒരു കാര്യം പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിനക്ക് അവനെ നന്നാക്കാൻ തക്കണം സാധിക്കും. വിവാഹം മോചനം എന്ന് പറയുന്നത് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. യാതൊരു കാരണവശാലും മരിക്കുന്നത് വരെ ആ ഒരു കാര്യവും പറഞ്ഞ്
വീട്ടിലേക്കോ എന്നെയോ ശല്യപ്പെടുത്താൻ പാടില്ല. നീ നന്നായി ശ്രമിച്ചാൽ അവനെ തീർച്ചയായിട്ടും മാനസാന്തരപ്പെടുത്തുവാൻ സാധിക്കും, നല്ല സ്വഭാവിയാക്കി മാറ്റുവാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ കേട്ടിട്ടുള്ള വാക്യങ്ങളും വചനങ്ങളും ഒക്കെയാണ് ഇത്. എല്ലാവരുടെയും കല്യാണത്തിനും കേൾക്കുന്ന വചനമാണല്ലോ. അമ്മയ്ക്ക് നന്നായി വചനങ്ങളും അധ്യായങ്ങളും എല്ലാം നല്ല അറിവുള്ള ആളുമായിരുന്നു. അങ്ങനെ ആ കാര്യം വെച്ച് അമ്മ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാൻ തക്കണം ഇടയായിത്തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ചാച്ചൻ അമ്മയും ടാപ്പിംഗ് പഠിച്ച് ഒരു ബ്ലോക്ക് എടുത്ത് അമ്മയും ടാപ്പിംഗ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ചാച്ചന് വളരെ സൗകര്യമായി. അമ്മ 2 ബ്ലോക്കിന്റെയും പാലെടുത്ത് ഉറയൊഴിച്ച് ചീറ്റ് എടുക്കുന്ന കാര്യങ്ങളെല്ലാം അമ്മ ചെയ്യും. ചാച്ചൻ അപ്പോൾ ചീട്ടുകളിയും കള്ളുകുളിയുമായിട്ട് റബ്ബർ വെട്ടിവെച്ച് പോകും. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ചീട്ടുകളി സ്വന്തം വീട്ടിലേക്കാക്കി. കൂട്ടുകാരെല്ലാം ഒത്ത് മദ്യപാനം നടത്തി വീട്ടിലേക്ക് ചീട്ടുകളിയാക്കി. ആ സമയത്ത് എല്ലാ ദിവസവും അമ്മയ്ക്ക് ഇരട്ടി പണിയായി. പന്നിയിറച്ചിയും അതുപോലുള്ള സാധനങ്ങളും കള്ളും എല്ലാം മേടിക്കൊണ്ട് വരും. അതെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് 1-2 വർഷങ്ങൾ കഴിഞ്ഞു എന്നാണ് എനിക്ക് അറിയാൻ തക്കണം കഴിഞ്ഞത്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു ദിവസം അമ്മയ്ക്ക് തലവേദനയായിരുന്നു. അപ്പോഴമ്മ പറഞ്ഞു, ഞാൻ ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് കിടക്കും, എനിക്ക് തലവേദനയാണ്, തന്നെ വിളമ്പി കൊടുത്തുകൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ ചാച്ചൻ സമ്മതിച്ചു. അമ്മയ്ക്ക് പക്ഷെ ഉറക്കം വന്നില്ല. അമ്മ കണ്ണുമടച്ച് കിടക്കുകയായിരുന്നു. ഇവരിങ്ങനെ ചീട്ടുകളിയെല്ലാം കഴിഞ്ഞ് ആഹാരം കഴിക്കാൻ സമയത്ത് അതുപോലെ ചാച്ചൻ പറഞ്ഞു, അമ്മയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് നമുക്ക് തന്നെ വിളമ്പി കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നു. അപ്പോഴവർ നോക്കിയപ്പോൾ ഇറച്ചിയോ ചോറോ ഒന്നും വെച്ചതുപോലെ തന്നെ ഇരിക്കുന്നു. ഒരല്പം പോലും അതിൽ നിന്ന് എടുത്തിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഇതെന്താണ് ചോദിച്ചു. കൂട്ടുകാരെ ചോദിച്ചത് എന്താണ്? ചേട്ടത്തി തലവേദനയാണെങ്കിലും നാളെ ആണെങ്കിലും കഴിക്കാമല്ലോ, എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ചാച്ചൻ പറഞ്ഞില്ല, അവൾ അങ്ങനെ കഴിക്കുകയില്ല, അവൾ ക്രിസ്ത്യാനിയാണ്, അവൾ പന്നിയിറച്ചി കഴിക്കുകയില്ല, മാത്രമല്ല ഈ കള്ളുമായിട്ട് സംബന്ധിച്ച് നടത്തുന്ന ഒരു ആഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആഹാരം കഴിക്കുകയില്ല, സ്വന്തമായിട്ട് വേറെ ആഹാരം വെച്ച് കഴിക്കുകയാണ് പതിവെന്ന് പറഞ്ഞു. അപ്പോഴവരെല്ലാം കൂടി വഴക്കുണ്ടാക്കിയ ചാച്ചനോട്, ഈ കാര്യം എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? കാരണം ഞങ്ങളുടെ വീട്ടിൽ സാധിക്കില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ചേച്ചിക്ക് വിഷമമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ തുടർച്ചയായിട്ട് ഇവിടെ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവർ പറഞ്ഞത് ഒരിക്കലും ചെയ്യരുതായിരുന്നു, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ ഒരിക്കലും വരികയില്ലായിരുന്നു, അതുകൊണ്ട് ആഹാരം എടുത്ത് കളഞ്ഞേക്ക് അല്ലെങ്കിൽ പട്ടിക്ക് കൊടുത്തേക്ക് ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞ് ഇനി നമുക്ക് കളക്ഷാപ്പിൽ കാണാം, അതിന് വെളിയിലെങ്ങും വെച്ച് ഇതുപോലുള്ള ഒരു പരിപാടിക്കും നമ്മൾ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞ് അവര് ഇറങ്ങിപ്പോയി. അപ്പോൾ അല്പം സൗണ്ടൊക്കെ എല്ലാ ദിവസത്തെക്കാളും കൂടുതലായിരുന്നുകൊണ്ട് നേരം വെളുത്തപ്പോൾ അയൽവാസികളെല്ലാം വന്നു. അയൽവാസി എന്ന് പറഞ്ഞ ലയമാണ്. നമുക്കറിയാം, ഒരു ലയത്തിൽ 10-12 വീട് ഒരു ബിൽഡിങ്ങിലുണ്ടായിരിക്കും. അങ്ങനെ 100 കണക്കിന് ലയമുണ്ട ഒരു സ്ഥലമാണ്. അവരെ അടുത്ത് താമസിക്കുന്നവരെ കടന്നു വന്നു, പറഞ്ഞു ഇവിടെ ഭയങ്കര ബഹളമാണ്, ഇനി ഇതുപോലെ നടത്താൻ പറ്റിയല്ല. അമ്മയോട് പറഞ്ഞു, നീ ഒന്ന് പറഞ്ഞാൽ മതി, ഞങ്ങളിത് നിർത്തി തരാമെന്ന് പറഞ്ഞു. പക്ഷേ അമ്മ പറഞ്ഞു, നീ നിർത്തിക്കേണ്ട ആവശ്യമില്ല, അവർ നിർത്തിയിരിക്കുകയാണ്, ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു, അവർ ഇനി വരികയില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് പറഞ്ഞു. അപ്പോഴത് ചാത്തിന് വലിയ ഒരു മാനസികാഘാതം ഉണ്ടാക്കി. ചാത്തിന് എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ തറയും കുടിച്ച് തറയ്ക്ക് കൈയും കൊടുത്തിരുന്നു. അവിടെ തൊട്ട് ചാത്തിന്റെ മാനസാന്തരം ആരംഭിക്കാനിടയായിത്തീർന്നു. അമ്മ പ്രാർത്ഥിക്കുകയും വേദപുസ്തകം വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ യാതൊരു സഹകരണവും ഇല്ലായിരുന്ന ആൾ അന്ന് വൈകുന്നേരം തൊട്ട് പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ തുടങ്ങി, വേദപുസ്തകം വായിച്ച് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ തുടർന്ന് രക്ഷിക്കപ്പെടുവാൻ തക്കണം ഇടയായിത്തീർന്നു. പക്ഷേ ഒരു ഉപദേശിമാരുമായിട്ടോ പാസ്റ്റർമാരുമായിട്ടോ യാതൊരു ബന്ധവുമില്ല, അടുത്തെങ്ങും ആരും ഇല്ലായിരുന്നു. അമ്മ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങളും രാത്രി വായിക്കാൻ അറിയില്ല, അമ്മ ബൈബിൾ വായിച്ച് കേൾപ്പിക്കും. അങ്ങനെ മാനസാന്തരപ്പെടുവാൻ തക്കണം ഇടയായിത്തീർന്നു. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ പലരും തന്നോട് ചാച്ചനോട് ചോദിക്കും, ഇത് എന്താണ് ഇത്ര നാളും കള്ളും കുടിച്ച് മറ്റു കാര്യങ്ങളെല്ലാം നടത്തി ചെറുപ്പം തൊട്ടേ ഇവിടെ നടന്ന ആള് ഇങ്ങനൊരു മാറ്റം എന്താണെന്ന് ചോദിച്ചു. അപ്പോഴങ്ങനെ ചാച്ചൻ തന്റെ സാക്ഷ്യം പറയുവാൻ തുടങ്ങി. ദൈവം അത്ഭുതങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുവാൻ തക്കണം ഇടയായിത്തീർന്നു. അതിനുശേഷം ചോദിക്കാത്തവരോടും ചാച്ചൻ സാക്ഷ്യം പറയാൻ തുടങ്ങി.
അങ്ങനെ ആയപ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷമായി. ചാച്ചന് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ പാട്ടുകൾ പാടാൻ ഇഷ്ടമുള്ള ആളും ഒരുവിധം പാടുന്ന ആളുമാണ്. പാട്ടുകളെല്ലാം പഠിച്ചിങ്ങനെ പാടിക്കൊണ്ട് നടക്കുമായിരുന്നു. പണിക്ക് പോകുമ്പോഴൊക്കെ പാട്ടൊക്കെ പാടുമായിരുന്നു. അത് പലരും കേട്ടു. അങ്ങനെ ഇവൻ പെന്തക്കോസ്തിലായി എന്നൊരു ധാരണയുണ്ടായി. ആലയത്തിലുള്ള അധികം പേരും ക്രിസ്ത്യാനികളാണ്. കുറച്ച് CSI-കാരും ബാക്കിയുള്ളവർ കത്തോലിക്കരുമാണ്. അവരെല്ലാം വളരെ കളിയാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. കളിയാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ചാത്തൻ പിന്നെ പൊതുസ്ഥലങ്ങളിലൊന്നും പോകാതെയായി. കാരണം ഈ കളിയാക്ക് വളരെ ക്രൂരമായതിനാൽ എങ്ങും പോകാതെയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചില സ്ഥലങ്ങളിൽ പോകും. അതായത് കളിയാക്കിയേരാത്ത സ്ഥലങ്ങളിൽ പോകും. ചാത്തൻ രോഗികളുടെ അടുത്ത് പോകും. മരണ വീടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ 3 ദിവസമെങ്കിലും ഉണ്ടായിരിക്കും. അങ്ങനെ പ്രാർത്ഥനയും പാട്ടുമായിട്ട് ഇങ്ങനെ സുവിശേഷ വേല ചെയ്യുന്ന പോലെ ചെയ്യുവാൻ്റെ കണ്ണ് ഇടയായിത്തീർന്നു. ഇപ്പം കള്ളുകുടിയോ അല്ലെങ്കിൽ മറ്റു കൂട്ടുകാരോ ഇല്ല. റബ്ബർ വെട്ടെല്ലാം കഴിഞ്ഞ് ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പം അമ്മ ഇതുപോലെ തന്നെ 2 ബ്ലോക്കിന്റെയും കാര്യങ്ങൾ നോക്കും. രാത്രി പുറത്ത് പണിക്കൊക്കെ പോകാൻ തുടങ്ങി. മരത്തിൽ കയറാനും ചൂടെടുക്കുവാനും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഉച്ച കഴിഞ്ഞ് കിട്ടുന്ന സമയത്തെല്ലാം പോകാൻ തുടങ്ങി. അവിടെ എല്ലാം ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ അടുത്ത് അകലെ കൂവപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ദേവദാസൻ വന്ന് സഭ തുടങ്ങി. ആ സഭയിൽ ചാർജ് എടുത്തു. അങ്ങനെ അദ്ദേഹം അവിടെ വരുമ്പോൾ ചാത്തനെ കൊണ്ട് അമ്മ ആദ്യമായിട്ട് അറിഞ്ഞപ്പോൾ അന്നേരം തന്നെ ചാത്തനെയും കൊണ്ട് അവിടെ പോകാൻ തക്കുന്ന ഇടയായിത്തീർന്നു. അവിടെ ചെന്നപ്പോൾ ഭാഷ ഓർത്തു അദ്ദേഹം ചാത്തൻ ഏതോ ഉപദേശിയാണെന്ന് ഓർത്തു. അപ്പൊ ഇങ്ങനെ ഒരു ഉപദേശിയുടെ കാര്യം എന്നോട് ആരും പറഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അമ്മ പറഞ്ഞു, ഉപദേശിയൊന്നും അല്ല, എന്റെ ഭർത്താവാണ്, സാലപ്പോലും പറ്റിയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ദൈവകൃപയാൽ ഇങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ് ആളുകളെ ദൈവത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ചാത്തനെ അവിടെ വെച്ച് വിശ്വാസവചനം പറഞ്ഞു കൊടുത്തു, ഏറ്റു പറയിച്ചു, പ്രാർത്ഥിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച സഭായോഗത്തിന് ശേഷം ചാത്തനെ സ്നാനപ്പെടുത്തി. അങ്ങനെ പാസ്റ്ററുടെ കൂടെ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു പോന്നു. പക്ഷേ പാസ്റ്ററെ കാണുമ്പോൾ ആളുകളെല്ലാം മാറിപ്പോകും. ചാത്തനാവഴങ്ങനെ ആരും മാറിപ്പോയത്. ആദ്യമൊക്കെ ഇങ്ങനെ സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ രോഗികളോടുള്ള പ്രതിപത്തിയും ആശുപത്രിയിൽ കൊണ്ടുപോക്കും അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് പല ആളുകളും വളരെയധികം സഹകരണം പുലർത്താൻ തുടങ്ങി. അതുകൊണ്ട് പാസ്റ്റർ ചെല്ലുമ്പോൾ ആൾക്കാരെല്ലാം മാറിപ്പോകും. അങ്ങനെ പിന്നെ പാസ്റ്റർ കൂടെ പോകാതെയായി. ചാത്തൻ ആളുകളോട് സുവിശേഷം പറയും, അങ്ങനെ സഭയിൽ വരികയും ചെയ്യും. പാസ്റ്റർ അവരെ പഠിപ്പിക്കുകയും സ്നാനപ്പെടുത്തുകയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാടെന്ന് പറയുന്നത് പെരുവ, വൈക്കം ഡിസ്ട്രിക്റ്റിന്റെ പെരുവ കാരിക്കോടൊക്കെ സ്ഥലമാണ് പിതാവിന്റെ സ്ഥലം. മാതാവിന്റെ സ്ഥലം പൊതി എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ഒരു കൺവെൻഷൻ നടക്കുകയാണ്. അപ്പൊ കൺവെൻഷനില് ചാത്തനിങ്ങനെ രക്ഷിക്കപ്പെട്ടെന്നും വളരെ സാക്ഷിയായിട്ട് ജീവിക്കുന്നതൊക്കെ അറിഞ്ഞപ്പോൾ ആ സഭയിലുള്ള ആളുകളെല്ലാം സ്വന്തക്കാരാണ്. ചാത്തനെ സാക്ഷ്യം പറയാൻ വേണ്ടി ഈ കൺവെൻഷൻ വിളിച്ചു. അങ്ങനെ സാക്ഷി പറയാൻ ചാത്തൻ ചെന്നപ്പോൾ, കൺവെൻഷൻ കൂടാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് മഹേഷ് മാതാമയാണ് അന്ന് പ്രസംഗിക്കുന്നത്. അപ്പൊ ഈ മഹേഷ് മാതാമ പ്രസംഗിച്ചപ്പോൾ കേട്ടപ്പോൾ ചാത്തനൊരു ആഗ്രഹം തോന്നി, ഈ കൺവെൻഷൻ ഈ മാതാമയെ കൊണ്ട് എന്റെ സഭയിലും പ്രസംഗിക്കുന്നു. അപ്പോൾ സഹോദരന്മാരാണ് കമ്മിറ്റിക്കാരൊക്കെ, അവർ പറഞ്ഞു മാതാമയോട് നേരിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവര് നേരിട്ട് സംസാരിച്ചു. മാതാമ ആദ്യം ഒബ്ജക്ഷൻ പറഞ്ഞു, കാരണം ഇത്രയും ദൂരെയാണ്, യാത്രാ സൗകര്യം കുറവാണ് എന്ന് പറഞ്ഞു. അത് ഞാൻ ചോദിച്ചു, ഒരു 100-150 പേരെങ്കിലും കൂടുമെന്ന് ചോദിച്ചു. അന്നേരം ചാത്തൻ പറഞ്ഞു, 100 അല്ല, 1000 പേരെങ്കിലും കൂടുമെന്ന് പറഞ്ഞു. അത് അങ്ങനെയാണെങ്കിൽ ഞാൻ 150 പേരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡേറ്റും വാങ്ങിച്ചു. മാതാമയ്ക്ക് ഡേറ്റ് കിട്ടാൻ ഭയങ്കര താമസമുള്ള ആളാണ്. വർഷം ഭയങ്കര തിരക്കാണ്. 1 വർഷം വരെ മുമ്പാണ് ഡേറ്റ് മേടിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചാത്തനോട് പറഞ്ഞു, ഒരു കൺവെൻഷൻ വെച്ചിട്ട് അവർ ക്യാൻസൽ ചെയ്തു. അത് 1 മാസത്തിനകത്താണ്. ഈ 1 മാസത്തിനകം സംഘടിപ്പിക്കാമെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. ശരി, 1 മാസം നടത്താമെന്ന് ചാത്തനും പറഞ്ഞു. ചാത്തൻ ഇങ്ങനെ ആള് കൂടുമെന്ന് പറയാൻ എന്തൊക്കെയാണ് കാരണം, ആ സമയത്ത് ആള് കൂടുക 3 കാര്യങ്ങളാണുള്ളത്. 1 മൈക്ക്, 2 പെട്രോമാക്സ്, 3 ഒരു വിദേശിയായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കൺവെൻഷൻ ആളുകൾ തീർച്ചയായിട്ടും കൂടും. അങ്ങനെ ഇരിക്കുന്ന സമയമാണ്. മൈക്കൊന്നും ഇത്ര പ്രശസ്തിയായി വരുന്ന സമയമുള്ളൂ. മാതാമേടയിൽ മൈക്ക് ഉണ്ടവരാണ് മൈക്ക് കൊണ്ടുവരുന്നത്. അപ്പോഴിങ്ങനെ പറഞ്ഞ് ചാത്തൻ സ്ഥലവും സമയമൊക്കെ കൊടുത്ത്
ചർച്ചിൽ വന്നപ്പോഴത്തേക്ക് പാസ്റ്റർ പറഞ്ഞു ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം പാസ്റ്റർ കോട്ടയംകാരനാണ്. കോട്ടയത്ത് പലപ്പോഴും സ്ഥലത്തും മാതാമ്മ പ്രസംഗിച്ചിട്ടുണ്ട്. അവരുടെ സഭയിൽ ഒരു കൺവെൻഷൻ നടത്താൻ പ്ലാൻ ഇട്ടിട്ട് 1 വർഷമായിട്ട് മാതാമ്മയുടെ കുറേ നടക്കുകയാണ്, സമയം കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഇത് നടക്കുകയല്ല, വെറുതെ നീ പറയണ്ടെന്ന് പറഞ്ഞു, സഹോദരൻ പറയണ്ടെന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഡേറ്റ് മേടിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കൺവെൻഷൻ നടത്തി. ആ കൺവെൻഷനോട് കൂടെ വളരെയധികം ആളുകൾ ലയമായതുകൊണ്ട് ഒത്തിരി ആളുകളുണ്ടല്ലോ, ഒത്തിരി ആളുകൾ കൂടി, ഒത്തിരി അത്ഭുതങ്ങൾ നടന്നു. അങ്ങനെ ചാത്തൻ ഇങ്ങനെ സുവിശേഷ പ്രവർത്തനത്തിൽ കൂടുതൽ താല്പര്യം കാണിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ പലരും രക്ഷിക്കപ്പെട്ടു. ചാത്തന്റെ ഒരു ഉറ്റ സുഹൃത്ത് രക്ഷിക്കപ്പെട്ടു. പക്ഷെ അദ്ദേഹം ഈ സ്നാനപ്പെടാൻ ഒരു കണ്ടീഷൻ വെച്ചു. താൻ കുടുംബമായിട്ട് പാരമ്പര്യമായിട്ട് മന്ത്രവാദികളാണ്. അപ്പൊ ഈ മന്ത്രവാദത്തിന്റെ സാധനങ്ങളെല്ലാം ഒഴിവാക്കി തരണം, എന്നാലേ എനിക്ക് സ്നാനപ്പെടാൻ സാധിക്കുന്നു. അപ്പൊ പാസ്റ്ററോട് ഇന്ന് ഒരു പാസ്റ്റർ പറഞ്ഞു അതിപ്പോ വേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതിയെന്ന്. അപ്പൊ ഇങ്ങനെ പല പ്രാവശ്യം പാസ്റ്ററോട് പറഞ്ഞിട്ടും പാസ്റ്റർക്ക് ഭയപ്പാട് പോലെ തോന്നി. അപ്പോ രാത്രി മനസ്സിലായി ഇത് ഭയപ്പാടിന്റെ ആത്മാവാണ്, ഇത് അയക്കാൻ ശരിയല്ല. അതുകൊണ്ട് താൻ തന്നെ അതെടുത്ത് കളയാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഈ സഹോദരന്റെ വീട്ടിൽ വന്നു, സുഹൃത്തിന്റെ വീട്ടിൽ വന്നു. ആളുകളെല്ലാം പോകുന്നത് വരെ, രാത്രി ആകുന്നത് വരെ, കാരണം ആളുകൾ അറിഞ്ഞാൽ സമ്മതിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് രാത്രി ആളുകളെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ചാത്തൻ ഈ സാധനങ്ങൾ, ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്ന ഒരു പാരമ്പര്യമായിട്ട് ഭയങ്കര മന്ത്രവാദികളാണ്, അവിടെ ഉള്ള സകലരെയും പേടിപ്പിച്ച് കാശുണ്ടാക്കിക്കൊണ്ട് ഇരിക്കുന്നതായ സന്ദർഭമായിരുന്നു. ഏതായാലും ആ സാധനം എല്ലാം എടുത്ത് ഒരു വലിയ ആറ്റിൽ, അവിടെ അടുത്തുള്ള ഏറ്റവും വലിയ ആറ്റിൽ കൊണ്ടുപോയി ഒഴുകിക്കളഞ്ഞു. അതിനുശേഷം ആ സഹോദരൻ സ്നാനപ്പെട്ടു. ഉടനെ തന്നെ അവർ സ്നാനപ്പെട്ടു. ഇങ്ങനെ ദൈവകൃപയിൽ അവരും മറ്റുള്ള പലരും ചേർന്ന് ഇങ്ങനെ ആരാധിച്ച് പ്രവർത്തിച്ചു വരികയാണ്. ആ സമയത്താണ് സാത്താൻ ഞങ്ങളുടെ മേൽ വലിയ പരീക്ഷണങ്ങൾ സാത്താൻ നടത്തുവാൻ തക്കണം ഇടയായി തീർന്നു. ആദ്യമായിട്ട് എൻ്റെ മൂത്തൊരു സഹോദരൻ ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിലെ ആദ്യം ഡിസെൻട്രി വന്നു. ഈ ഡിസെൻട്രി വന്ന സമയത്ത് അമ്മ ഹൈറേഞ്ചിൽ ഞങ്ങൾക്ക് ഹൈറേഞ്ചിലേക്ക് പോകുന്ന ആളുകൾ, സ്ഥലം കയറാൻ പോകുന്ന ആളുകൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് പിറ്റേ ദിവസമാണ് പോകുന്നത്. കാരണം ഒറ്റ ദിവസം കൊണ്ട് യാത്ര ചെയ്യാൻ തക്കണം സാധിക്കില്ല. തൊഴിൽ വരെ ബസ് കിട്ടും. അതിനുശേഷം കാൽനടയായിട്ടോ മറ്റോ ഈ ലോറി, തടിയായിട്ട് കാട്ടിൽ നിന്ന് വന്ന കൂപ്പ് ലോറി എന്ന് പറയും, ആ ലോറിയിൽ ഒക്കെ പകുതിയായിട്ടൊക്കെ സഞ്ചരിക്കും. പിന്നെ കാൽനടയായിട്ട് പോകണം. അപ്പൊ ഞങ്ങളിവിടെ ഒന്ന് താമസിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ സാധനം എടുക്കുമെങ്കിൽ ഇങ്ങനെ മൂലമറ്റത് വരെ വരണം, അല്ലെങ്കിൽ കട്ടപ്പനയ്ക്ക് പോകണം. ഇടയ്ക്കൊന്നും സാധനം ലഭിക്കില്ല. അതുകൊണ്ട് ചുമക്കാൻ പറ്റുന്ന അത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ആണ് ആളുകൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, സ്ഥലം എങ്ങുവച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്കും ഇവരെ പോലെ തന്നെ ഒരു പ്ലോട്ട് സ്ഥലം ഞങ്ങൾക്ക് തരും എന്ന് വാഗ്ദാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലം നോക്കാൻ അമ്മ പോയ സമയത്താണ് ഈ എൻ്റെ ജ്യേഷ്ഠ സഹോദരന് അസുഖം പിടിക്കുന്നത്. അപ്പൊ കത്ത് അയച്ചു. കത്ത് അന്ന് ഈ കൂപ്പ് ലോറിയിൽ കത്തൊരു പറയിൽ നടക്കും. അങ്ങനെ കത്തയച്ചു. കത്ത് അവിടെ ചെന്നപ്പോഴത്തേക്ക് കുറച്ച് താമസിക്കുന്നു. അപ്പോഴത്തേക്ക് ചാത്തന്റെ ചേട്ടൻ പറഞ്ഞു ഇത് അവന്റെ അടവാണ്, പിള്ളേരെയും പള്ളിക്കൂടത്ത് വിട്ട് ടാപ്പിംഗ് നടത്തി പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നിന്നെ വെറുതെ പെട്ടെന്ന് വരാൻ വേണ്ടി വിളിച്ചാണ്ടുകൊണ്ട് ഉടനെ പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ കുറച്ച് നാൾ താമസിച്ചു. വന്നപ്പോഴത്തേക്ക് ചേട്ടന്റെ രോഗം വളരെ കൂടുതലായി. നാട്ടിൽ ചികിത്സയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ ആയി പോയി. അവിടെ ചെന്ന് ചേട്ടൻ മരിച്ചു. അങ്ങനെ ആ നിരാശയോടുകൂടെ ചാത്തനും അമ്മയും തിരിച്ചു വന്നു. പിന്നെയും പണി കാര്യങ്ങളൊക്കെ ആയി, സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ ആയി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഒരു പ്ലാവിൽ കയറി ചക്കയിടാൻ വേണ്ടി ഏതോ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു. അപ്പൊ ചാത്തനും മരത്തിൽ കയറ്റയൊക്കെ വളരെ സുപരിചിതമായ ആളാണ്, യാതൊരു പ്രയാസമില്ല, മരത്തിൽ കയറി ചക്ക വർഷങ്ങളായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അന്ന് ഒരു പ്ലാവിൽ കയറി ചക്കയിടുന്ന സമയത്ത് ചാത്തൻ താഴെ വീണു, കാല് ഒടിയുവാൻ ഇടയായിട്ടുണ്ട്. അതിന്റെ ചികിത്സയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറെ നാൾ 5-6 മാസം കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ പണിക്കൊക്കെ പോകാൻ തുടങ്ങി, റബ്ബർ വെട്ടാൻ പോകാൻ തുടങ്ങി. അപ്പൊ പഴയ പോലെ സ്പീഡിൽ പോകാൻ സാധിക്കില്ല. ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ഓടി പോകണം, കാല് ചട്ടി നടക്കുന്നത്. എങ്കിലും അമ്മ കാര്യങ്ങളൊക്കെ സഹായിച്ച് അങ്ങനെ കാര്യങ്ങൾ നടന്നു വന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും ഒരു പരീക്ഷണം ഉണ്ടായി. ആ പരീക്ഷണത്തിന് ഇരയായത് ഞാനാണ്.
ഞാൻ വളരെ ചഞ്ചലനായൊരു കുട്ടിയായിരുന്നു. മൂത്ത ആങ്ങളെ മരിച്ചു പോയതുകൊണ്ട് 2 സഹോദരിമാരും എന്നെ വളരെ സ്നേഹത്തോടെ ലാളനയോടെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ എനിക്കൊരു ആഗ്രഹമുള്ളത് അവരെക്കാൾ മുന്നിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് വേണമെന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് വീട്ടില് കോഴി അട വെച്ചിരുന്നു മുട്ട വിരിയാൻ വേണ്ടി. അപ്പൊ ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ചാച്ചനും അമ്മയും റബ്ബർ തോട്ടത്തിലാണ്. അപ്പോ ചേച്ചി കൊട്ടയോട് കൂടി കുഞ്ഞുങ്ങളെ എടുത്ത് താഴെ വെച്ചു. അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ ചാച്ചനോടും അമ്മയോടും പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാൻ വേണ്ടി ഞാൻ ഓടി മുറ്റത്തിറങ്ങി. ഒരു ചെറിയ മതിലുണ്ട്, താഴെ വലിയ കൊക്കയാണ്, താഴെ വേറെ കോട്ടേഴ്സ് ഉണ്ട്, അതിന്റെ മുകളിൽ ഇങ്ങനെ കുന്നായതുകൊണ്ട് കെട്ടിയാണ്. ഞാൻ അവിടെ നിന്ന് ആ മതിലിൽ കയറി നിന്നുകൊണ്ട് അമ്മയെ വിളിച്ചു. കോഴിക്കുഞ്ഞു വിരിഞ്ഞ് കോഴിക്കുഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞ് ഒച്ച ഉണ്ടാക്കി പറഞ്ഞു. അത്ര മാത്രം അവർ കേട്ടു. അതിനുശേഷം കേൾക്കുന്നത് ഭയങ്കര ഒരു നിലവിളിയാണ്. കാരണം ഞാൻ ഈ താഴേക്ക് വീണിരുന്നു. ഞാൻ താഴേക്ക് വീണപ്പോൾ ചേച്ചിമാരും അയൽവാസികളും എല്ലാവരും ചേർന്ന് കരഞ്ഞ കരച്ചിലാണ് കേട്ടത്. ചാച്ചനും അമ്മയും ഓടി വന്നപ്പോൾ ഞാൻ വീഴാൻ യാതൊരു സാധ്യതയില്ലാത്ത സ്ഥലത്ത് നിന്നാണ് വീണേക്കുന്നത്. പിന്നീടാണ് മനസ്സിലായ, ചേച്ചി പറഞ്ഞു ഇവിടെ ഒരു പശു വന്നു അവനെ കുത്തി താഴേക്കിട്ട് തന്നു. അപ്പോഴിതെന്താണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ യാതൊരു കാര്യമില്ല. അപ്പൊ എല്ലാവരും പല കാര്യങ്ങളാണ് പറയുന്നത്. ഇത് അതിന്റെ കുഴപ്പമാണ്, ഇതിന്റെ കുഴപ്പമാണ്, എന്തോ പാവം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇത് വരികയില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ 100 കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എന്നെ കൊണ്ട് വൈദ്യന്മാരുടെ അടുത്തേക്ക് ചാച്ചനും അമ്മയും കൂടെ പോയി. അപ്പോഴാണ് ഈ പശു പിന്നെയും വന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് പശു ഞങ്ങളുടെ പശു തന്നെയാണ്. ഈ പശു കാട്ടിൽ പ്രസവിച്ചിട്ട് അത് പ്രസവിച്ച വിവരം അത് വീട്ടുകാരെ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ കണ്ട തന്നെയാണ്, അത് അതിന്റെ ഭാഷയിൽ സംസാരിച്ചതാണ്. പക്ഷെ ഞാൻ മതിലിൽ നിന്നുകൊണ്ട് താഴെ പോയതാണ്. അങ്ങനെ ചാച്ചനും അമ്മ ഇല്ലായിരുന്നു. ഉടനെ നാട്ടുകാർ ചെന്നു, പശുവിന്റെ പുറകെ ചെന്നു. പശുവിന്റെ പുറകെ ചെന്നപ്പോഴത്തെ പശു കിടാവ് കിടക്കം നടത്തി ചെന്നപ്പോഴത്തേക്കും പശു ഇവിടെ വരെ ചെയ്താൻ പറഞ്ഞു. ഉടനെ അവര് തിരിച്ചു വന്നിട്ട് ചേച്ചിമാരോട് പറഞ്ഞു നിങ്ങൾ ചെല്ലാൻ പറഞ്ഞു, ഞങ്ങൾ പുറകെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചെന്നപ്പം പശു അവരുടെ അടുത്ത് വന്ന് നക്കി. ഉടനെ ഇവർക്ക് കാര്യം മനസ്സിലായി. അവർ ആ കുഞ്ഞിനെ എടുത്ത് ഒരു ഗുഹയിലായിരുന്നു, അല്പം ഇറങ്ങിയ സ്ഥലത്തായിരുന്നു, അവിടെ കയറ്റി അവരെ വീട്ടിൽ കൊണ്ടുവന്നു. അതിനുശേഷം എന്റെ ചികിത്സയെല്ലാം കഴിഞ്ഞു. ഞാൻ ഭയങ്കര ചഞ്ചലനായിരുന്നുകൊണ്ട് അന്നത്തെ ചികിത്സ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റർ ഇടുന്ന ഇല്ലിയുടെ വാരി വെച്ച് കെട്ടുകയാണ്. അങ്ങനെ വാരി വെച്ച് കെട്ടിയ പാട് എന്റെ കാലിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ ഈ കാലൊക്കെ ഇട്ട് ഇളക്കും. അങ്ങനെ ഇളക്കുമ്പോൾ ഇത് പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് ഈ കാല് പിടിച്ച് കട്ടിലെ വെച്ച് കെട്ടി. അങ്ങനെ കെട്ടി കുറെ നാൾ കഴിഞ്ഞ് അവർ അഴിക്കുന്ന സമയം പറഞ്ഞപ്പോൾ അഴിക്കാനായിട്ട് കൊണ്ടുപോയി. അഴിക്കാനായി കൊണ്ടുവന്നപ്പോഴത്തേക്ക് വൈദ്യർ പറഞ്ഞു ഇവന്റെ കാല് രണ്ടാമത് ഒടിച്ചു കിടണം. കാരണം ഇനി കാലിങ്ങനെ ഇളക്കിയതുകൊണ്ട് കാലിങ്ങനെ കയറി ഇറങ്ങിയാണ് ഇരിക്കുന്നത്, മുറിവിലല്ല വെച്ച് കൂടിയിരിക്കുന്നത്. ഞങ്ങൾ കെട്ടി വെച്ച് വിട്ടത് അങ്ങനെയാണ്, പക്ഷെ ഇവന് ഇളക്കി ഇത് മോളിൽ കയറിയിരിക്കുകയാണ്, അതുകൊണ്ട് ഇങ്ങനെ ഒടിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇവൻ ഇനി ചട്ടി അല്ലാതെ നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴങ്ങനെ വേറൊരു വൈദ്യന്റെ അടുത്ത് കൊണ്ടുവന്നു. വലിയ വൈദ്യനാണ് അദ്ദേഹം. ഇത് തന്നെ പറഞ്ഞു, ഇവന്റെ കാലം ഒടിക്കണം, തന്നെയല്ല ഇവൻ ചട്ടിയെ നടക്കുള്ളൂ. അങ്ങനെ പാഷ എടുത്ത് കൊണ്ടുവന്നു. പാഷ കാര്യം പറഞ്ഞു, ഇവന്റെ കാലം രണ്ടാമത് ഒടിക്കുകയില്ല, ഇവൻ ചട്ടുകയില്ല, ഇവൻ നേരെ നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ആ പാഷ് പ്രാർത്ഥിച്ച് എണ്ണ തന്നു. എണ്ണ കൊടുത്തു. 3 ദിവസം അവിടെ ഇരുത്തി പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസം ഞാൻ ഒരുമാതിരി എനിക്ക് നടക്കാനായില്ല, എങ്കിലും ഞാൻ അവര് പറഞ്ഞതിനൊക്കെ അതിശയിപ്പിച്ചുകൊണ്ട് അല്പം എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും തുടങ്ങി. അങ്ങനെ 3-ാമത്തെ ദിവസം വീട്ടിൽ പറഞ്ഞു എണ്ണ വീശി പ്രാർത്ഥിക്കണം, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു വിട്ടു. കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നടക്കാനൊക്കെ തുടങ്ങി. ശരിക്കും നടക്കത്തില്ല, മറ്റുള്ളവരെപ്പോൾ നടക്കാൻ പറ്റില്ലെങ്കിലും നടക്കാൻ തുടങ്ങി. അങ്ങനെ ആ സമയത്താണ് ഞങ്ങൾ ഹൈറേഞ്ചിലേക്ക് കുടിയേറ്റം നടന്നത്. അങ്ങനെ ഹൈറേഞ്ചിൽ വന്നു. അങ്ങനെ വന്നപ്പോൾ എനിക്ക് നടക്കാനൊക്കെ സാധിക്കും. പക്ഷെ ഈ ഏറുമാടമുണ്ട്, ഏറുമാടം എന്ന് പറഞ്ഞാൽ ഈ ആനയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി മരത്തിന്റെ മുകളിൽ കെട്ടുന്ന വീടാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഏണി എന്ന് പറയുന്നത് ഇല്ലി വെട്ടി ഉണ്ടാക്കുന്ന ഏണിയാണ്. സാധാ നമ്മൾ ഇപ്പോഴും ഉണ്ടാക്കുന്ന നല്ല CD പോലെയൊന്നും അല്ല. അപ്പൊ അതിൽ കയറാൻ മാത്രം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ താമസിച്ചു, പണിയ കാര്യങ്ങളൊക്കെ തുടങ്ങി. കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങി. എല്ലാവരും പോയതിനു ശേഷം 1 നാൾ കഴിഞ്ഞാണ് ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. കാരണം നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, സ്കൂൾ അടുത്തില്ലായിരുന്നു. സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞ് ഞാൻ അവിടെ പോയി. പക്ഷെ ഞാൻ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. ഒന്നാമത്തെ കടന്നു ചെല്ലുമ്പോൾ അല്പം ചട്ടങ്ങൾ കൊണ്ട് പിള്ളേരൊക്കെ ചട്ടുകാലാന്ന് വിളിക്കും. എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ അവരുമായിട്ട് വഴക്കുണ്ടാക്കും.
അപ്പൊ പിന്നെ സാറന്മാരും എല്ലാം പ്രശ്നങ്ങളൊക്കെ ആയി. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് പോകും. വീട്ടിൽ ഇടയ്ക്ക് വരെ അമ്മയോ ചേച്ചിമാരാരെങ്കിലും കൊണ്ടുവിടും. അവര് തിരിച്ചു പോകുന്ന കഴിയുമ്പോൾ ഞാൻ അവിടെ ഈ പശുവിനെ മേയ്ക്കുന്നവരൊക്കെ ഉണ്ട്, പിള്ളേരൊക്കെ ഉണ്ട്. അവരുടെ കൂടെ കൂടി ഞാനിങ്ങനെ വൈകുന്നേരം സ്കൂളിന്റെ സമയം വരെ അവിടെ നിൽക്കും. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരും. അങ്ങനെ ഒരു ദിവസം ഒരു അധ്യാപനേ ഉള്ളൂ, ഒരു ആശാപ്രസംഗമാണ്. അധ്യാപൻ ചോദിച്ചു, എടി അമ്മയെ കണ്ടു ചോദിച്ചു, എന്നാ ചേച്ചി നിങ്ങളുടെ മകനെ എന്താ സ്കൂളിൽ വരാത്തത്? അപ്പൊ അമ്മ പറഞ്ഞു, എന്ന് സ്കൂളിൽ വരുന്നുണ്ടല്ലോ എന്ന്. ആശാൻ പറഞ്ഞു, അവൻ സ്കൂളിൽ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഒരു ദിവസം എന്നെ സ്കൂളിൽ കൊണ്ട് വിട്ടേച്ച് ഞാൻ എന്താണ് ചെയ്യുന്നത് നോക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഞാനിങ്ങനെ കൂട്ടുകാരുടെ അടുത്തൊക്കെ എരുമയും തീറ്റി നടക്കുന്നവരുടെ കൂടെ നിന്ന് എരുമപ്പുറത്ത് കയറാനുള്ള ശ്രമത്തിലാണ്. അപ്പോഴമ്മ വന്നു ഒരു വടിയെടുത്തു. വടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഒരു സഹോദരൻ അയൽവാസിയാണ്. അദ്ദേഹം റബ്ബർ നടാൻ വേണ്ടി റബ്ബറിന്റെ കഹ കൊണ്ട് പാകി ഒരു 5-6 മാസം പ്രായമായ റബ്ബറിന്റെ തൈയാണ്. അത് ഒരെണ്ണം ഇങ്ങോട്ട് പറിച്ചു ഉടനെ ഞാൻ ഈ ആളുടെ വീട്ടിലേക്ക് ഓടി. വീട്ടിൽ നിങ്ങളുടെ റബ്ബർ തൈയാണ് പറിച്ചിട്ട് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അമ്മയോട് ചോദിച്ചു, എന്താണ് റബ്ബർ വയ്ക്കുന്നത്? എന്താ കാരണം ഇതാണ്, ഇവൻ സ്കൂളിൽ പോയില്ല, ഇവനോടെ കാള് കളിച്ച് നടക്കാണ്, ഇവന് രണ്ട് കൊടുക്കാനാന്ന് പറഞ്ഞു. ഇഷ്ടം പോലെ പറിച്ചോളാൻ പറഞ്ഞു. അമ്മ എന്നെ അഴിച്ച് അവിടെ നിന്ന് സ്കൂളിൽ കൊണ്ട് ആക്കി. അന്ന് തൊട്ട് ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങി. പക്ഷേ കുറച്ചാൾ സ്കൂളിൽ പോയുള്ളൂ. സ്കൂൾ അടച്ചുപോയി. കാരണം അമ്മ അവിടെ ഹൈറേഞ്ചിൽ ആ സമയത്തൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാകും. അയൽവർക്കും തമ്മിൽ ഈ എന്തോരം സമയമാണ് ഒരാളുടെ ഭൂമി ആക്രമിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് അങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. ഞങ്ങളുമായിട്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ആ പ്രശ്നത്തില് ഞങ്ങളുടെ ആളുകളെല്ലാവരും ആണുങ്ങളെല്ലാം നാട്ടിലേക്ക് ഓടിപ്പോയി. കാരണം അടി അത്ര ഭയങ്കര അടിയായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങളായി. കേസുകളൊക്കെ നേരത്തെ തന്നെ എന്നുമുണ്ട്. എല്ലാ ദിവസവും കേസുണ്ട്. കേസ് നടക്കുന്നത് വളരെ ദൂരെയാണ്. അവിടെ പോയി വന്ന് തീരത്തെ വരുമ്പോഴത്തേക്ക് അടുത്ത കേസ് തുടങ്ങും. അതുകൊണ്ട് കൊച്ചന്മാരിൽ ഒരാൾ അവിടെ താമസിക്കാൻ തുടങ്ങി. അവിടെ അങ്ങനെ കേസും പരിപാടിയൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് സ്കൂൾ അടച്ചുപോയി. സ്കൂൾ അടച്ചു പോയത് കഴിഞ്ഞ് പിന്നെ എന്റെ പഠിത്തം നിന്നു. പിന്നീട് സ്കൂൾ 2-3 വർഷം കഴിയുമ്പോൾ 10 മൈലിൽ 3 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെയാണ് ഒരു സ്കൂൾ തുടങ്ങുന്നത്. കത്തോലിക്ക സ്കൂളാണ്. സ്റ്റാഫിന് എന്നെ അവിടെ സ്കൂളിൽ കൊണ്ടുവരാക്കി. അപ്പൊ ഞാൻ വലിയ ആളാണ്. അന്ന് സാധാരണ ഇന്റർവ്യൂ ഒക്കെ ഉള്ളതാണ്. പക്ഷെ അന്ന് ഇന്റർവ്യൂ നടത്താൻ അവിടുത്തെ പ്രിൻസിപ്പൾ ആയിരുന്ന കൊച്ചച്ഛനില്ലായിരുന്നു. വെല്ലിച്ചിന്റെ അടുത്ത് കൊണ്ട് പറഞ്ഞു, ഇങ്ങനെയാണ് ഞങ്ങൾ ഇന്ന ആൾക്കാരാണ്, ഇവനെ പഠിപ്പിക്കണം, എങ്ങനെയും പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. അതാണ് അച്ഛൻ ചോദിച്ചു, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അതിനോർത്ത് അച്ഛൻ പറഞ്ഞു 2ാം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. അപ്പൊ എനിക്ക് 3ാം ക്ലാസ്സിൽ അഡ്മിഷൻ ആക്കി. എനിക്ക് അക്ഷരം പോലും അറിയത്തില്ല. ഞാൻ ആ 1-2 ദിവസം സ്കൂളിൽ പോയി, മാസങ്ങൾ പോയെങ്കിലും സ്കൂളിൽ എത്തിയിട്ടില്ല. അങ്ങനെ എനിക്ക് അക്ഷരം ഒന്നും അറിയാൻ പാടില്ല. ഞാൻ 3ാം ക്ലാസ് ആയി. അവിടെ എന്നും അടി കൊള്ളുമായിരുന്നു. പക്ഷെ ഈ അമ്മയുടെ അടി ഉള്ളതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോക്ക് അടി കൊണ്ട് സ്കൂളിൽ എത്ര അടി കിട്ടിയാലും അമ്മ അടിച്ചത്രയും വേദന ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോക്ക് തുടർന്നുകൊണ്ടിരുന്നു. ഏതായാലും അങ്ങനെ പഠിച്ച് അവിടെ 6ാം ക്ലാസ് ആകുമ്പോഴത്തേക്കും ഹൈസ്കൂളിൽ പരീക്ഷ എഴുതണം. ഗവൺമെന്റ് സ്കൂളിൽ പരീക്ഷ എഴുതണം. ആദ്യത്തെ പ്രാവശ്യം ഞാൻ മനഃപൂർവ്വം വീട്ടിൽ പറഞ്ഞില്ല. ഫീസ് കെട്ടി വെക്കണം, ഡിസംബർ മാസത്തിലെങ്കിലും പൈസ കെട്ടി വെക്കണം. ഞാൻ കാര്യങ്ങളൊന്നും വീട്ടിൽ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ പഠിത്തം നിർത്താതെ തന്നെ തീരുമാനിച്ചു. അങ്ങനെ പഠിത്തം നിർത്തി ഞാൻ നാട്ടിൽ വന്ന് പണിയൊക്കെ എടുക്കാനായിട്ട് സഹോദരന്മാരുടെ കുട്ടികളൊക്കെ പണിയെടുക്കാനൊക്കെ ആയിട്ട് പോകുന്നു. ഇടുക്കിയിൽ പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഇങ്ങനെ പണിയെടുക്ക പറമ്പിൽ പണിതാൽ മതി. അവിടെ ഇങ്ങനെ പണിയെടുക്കാനൊക്കെ പോയി. സ്കൂള് തുറന്നപ്പോഴത്തേക്കും എന്റെ കസിൻസ് എല്ലാവരും അവർ സ്കൂളിൽ പോയി. അപ്പൊ ഈ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒറ്റയ്ക്ക് പണിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പണിയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഇല്ല ഞാൻ പഠിക്കുമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും സ്കൂൾ തുറന്ന ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും വീട്ടിൽ വന്ന് പറഞ്ഞു എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, എങ്ങനെ പഠിക്കും? കാരണം നീ 6ാം ക്ലാസ് നിർത്തിപ്പോയി, പരീക്ഷ എഴുതണ്ടായിരുന്നു. ഉടനെ എന്നോട് പറഞ്ഞു, നീ എന്താ ചെയ്യുന്നത്? അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ചെന്ന് അച്ഛനോട് ചോദിച്ചു. സ്കൂളിൽ അച്ഛനോട് ചോദിച്ചു. പറഞ്ഞു, കുഴപ്പമില്ല, പക്ഷെ നീ 6ാം ക്ലാസ് മുമ്പ് പഠിക്കണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം നീ ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു. നീ ശരിക്കും പഠിക്കണം, പരീക്ഷ എഴുതണം, ഡിസംബർ മാസത്തിൽ പൈസ കെട്ടി വെക്കണം. അങ്ങനെയൊക്കെ ചെയ്യാൻ അഡ്മിഷൻ പിന്നെ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2ാം തീയതി ചേർന്ന് പഠിച്ചു. ദൈവകൃപയാല് ഞാൻ അവിടെ പാസ്സായി. 7ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി. അതിന് വാഴത്തോപ്പ് ഹൈസ്കൂളിൽ ഞാൻ പാസ്സായി. ഹൈസ്കൂളിൽ പാസ്സാകുന്ന സമയത്ത് ഭയങ്കര ഉഴപ്പും നന്നായി പഠിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അവിടെ വെച്ച് ആ സമയത്ത് ഒരിക്കലും ഞാൻ ജയിക്കുമെന്ന് ആരും വിചാരിച്ചതല്ല. പക്ഷേ ഈ അടിയന്തരാവസ്ഥ സമയമായിരുന്നത്. അടിയന്തരാവസ്ഥ സമയമായതുകൊണ്ട് യാതൊരു പ്രയാസമില്ല, സ്കൂളിൽ സമരങ്ങളും ഇല്ല. ഞാൻ ഭയങ്കര സമരപ്രിയനായിരുന്നു. അപ്പൊ ഈ സമരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ നന്നായിട്ട് പഠിച്ചു. അവസാനം ഒരുമാതിരി നല്ല മാർക്കോടെ ഞാൻ പാസ്സായി. അപ്പോഴത്തേക്ക് പരീക്ഷയുടെ സമയമായപ്പോഴത്തേക്ക് അടിയന്തരാവസ്ഥ പിൻവലിച്ചു. റിസൾട്ട് വന്നപ്പോഴത്തേക്കും സാറന്മാരെല്ലാം പറഞ്ഞു, ഒരു 2 മാസം കൂടി അടിയന്തരം പിന്നെ ഫസ്റ്റ് ക്ലാസ് കിട്ടുമായിരുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് മാർക്ക് ഉണ്ടായിരുന്നുകൊണ്ട് നാട്ടിൽ പോയി ദേവസ്വം ബോർഡ് തലയോടൊപ്പം ദേവസ്വം ബോർഡ് കോളേജ് എന്ന് പറഞ്ഞ കോളേജിലെ
ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഡോക്ടറാകാൻ ഇതാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു ഡോക്ടറെ ആയിക്കൊള്ളാന്നുള്ള ആഗ്രഹം എല്ലാം കൊണ്ട് ഞാൻ അവിടെ ചെന്ന് എടുത്തു. അങ്ങനെ സെക്കൻഡ് ഡിഗ്രി പഠിച്ചു. ആ സമയത്ത് ചർച്ചിലെല്ലാം പോവുകയും പരസ്യങ്ങൾ നടത്തുകയും കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ അവസാനം പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രിയുടെ അവസാനം ദിവസങ്ങളിൽ പേഴ്സണൽ കൗൺസിലറായ ഒരു ഫിസിക്സിന്റെ മാഡമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അവരെന്നെ വിളിച്ചു ചോദിച്ചു, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ എനിക്ക് ഡോക്ടറാണ്. അപ്പൊ അവര് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, എന്റെ സമ്പത്തിലൊക്കെ കൗൺസിലറായോണ്ട് അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. പറഞ്ഞു, മോനെ ഈ സ്റ്റൈപ്പൻഡ് കൊണ്ടൊന്നും മാത്രമൊന്നും ഡോക്ടറാകാൻ പറ്റിയല്ല. അത് തന്നെയല്ല, നിനക്ക് നല്ല പ്രായമായിട്ടുണ്ട്. അന്ന് ഇങ്ങനെ ഈ എൻട്രൻസ് എഴുതി പരീക്ഷ എഴുതി അല്ല DSC കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഇതിനൊക്കെ ഒത്തിരി സമയം എടുക്കും, ഒത്തിരി പൈസ എടുക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഫിസിക്സിലൊക്കെ ഒരുമാതിരി നല്ല മാർക്കൊക്കെ ഉണ്ടല്ലോ, നീ ടെക്നിക്കിലേക്ക് തിരിയാൻ പറയും. ടെക്നിക്കൽ എഡ്യൂക്കേഷനിലേക്ക് തിരിഞ്ഞാൽ അവിടുന്ന് സർട്ടിഫിക്കറ്റ് കോഴ്സും ഡിപ്ലോമ കോഴ്സും എഞ്ചിനീയറിംഗ് കോഴ്സും ഒക്കെ എടുക്കാം. ഡോക്ടറേക്കാൾ നല്ല ശമ്പളം കിട്ടും, അത്രയും സമയം എടുക്കണം. അങ്ങനെ അപ്പോൾ എനിക്കും തോന്നി അത് ശരിയാണെന്ന് തോന്നി. എനിക്ക് ശരിയാണെന്ന് തോന്നിയതുകൊണ്ട് ഞാനും ഓർത്തു, ശരി അങ്ങനെയാണെങ്കിൽ ITI ചേർന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ അന്ന് തിരിച്ചു വന്നു. അപ്പൊ കട്ടപ്പനയിൽ ITI തുടങ്ങി. ഞാൻ അവിടെ ജോയിൻ ചേർന്നു, ഇലക്ട്രോണിക്സിന് ചേർന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വെച്ചാണ് ഞാൻ വാസ്തവമായിട്ട് സുവിശേഷ വേലയ്ക്ക് ഞാൻ തീരുമാനിക്കുന്നത്. ഞാൻ അവിടെ വന്നു, പഠിച്ചു, ഒരുമാതിരി നന്നായിട്ട് പഠിച്ചു. കാരണം പ്രീ ഡിഗ്രിക്കുള്ള തിയറി തന്നെയാണ് ഇതിനകത്തുള്ള തിയറി എല്ലാം. മറ്റ് കൂട്ടുകാരെല്ലാവരും 10ാം ക്ലാസ്സുകാരാണ്, അല്ലെങ്കിൽ തന്നെ സയൻസ് എടുത്തവർ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് എനിക്ക് തിയറി എളുപ്പമായിരുന്നു. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് പഠിച്ചു പോന്നു. അങ്ങനെ പഠിച്ചു വരുന്ന സമയത്ത് അവസാന സമയത്ത് ക്ലാസ്സിൽ ഒരു പാസ്റ്ററുടെ മകനുണ്ട്. ആ പാസ്റ്ററുടെ മകനോട്, അപ്പൊ ആ സമയം എന്ന് പറഞ്ഞ ക്ലാസ് എല്ലാം തീർന്ന് ചുമ്മാ ഇരുന്ന് വർത്താനം പറയുന്ന സമയമാണ്, പല ഡിസ്കഷനാണ്, ഭൂലോകത്തുള്ള സകല കാര്യങ്ങളെ കുറിച്ചും ഡിബേറ്റും ഡിസ്കഷനും. അങ്ങനെ ഡിസ്കഷൻ നടത്തി ആ സമയത്ത് അന്നത്തെ ഡിസ്കഷൻ ഈ സഹോദരനോട്, പാസ്റ്ററുടെ മകനോട് ഒരു കത്തോലിക്ക സഹോദരൻ ചോദിച്ചു, എടാ അവന്റെ പേര് വിളിച്ചിട്ട് ചോദിച്ചു, എടാ നീയും നിന്റെ അപ്പനും പ്രസംഗിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴവൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സഹോദരൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നീ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ടെക്നിക്കൽ എഡ്യൂക്കേഷന് നീ വരിയില്ലായിരുന്നു. എന്നിട്ട് ആ കത്തോലിക്ക സഹോദരൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു വീട്ടില് 2 സഹോദരന്മാർ, ഒരാള് പാസ്റ്റർ, പെന്തക്കോസ്ത് പാസ്റ്റർ, ഒരാളൊരു നിരീശ്വരവാദി. അപ്പൊ ഈ പെന്തക്കോസ്ത് പാസ്റ്റർ ഒരു ദിവസം എവിടെയാ ചെന്ന് പരസ്യത്തിന് പ്രസംഗിച്ചപ്പം ഏതോ കള്ളുകുടിയൻ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചു. ഉടനെ പുള്ളി വന്ന് വീട്ടിൽ വന്നു, പിള്ളേരെയും ഭാര്യയും ഒക്കെ ആക്കി ഉപവാസ പ്രാർത്ഥനയാക്കി. അപ്പം സഭക്കാരെയൊക്കെ വിളിച്ചു, ഉപവാസ പ്രാർത്ഥനയാക്കി. എന്തിനാണ്? ഈ കള്ളുകുടിയൻ രക്ഷിക്കപ്പെടാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനും. ഉടനെ ഈ അനിയൻ പാസ്റ്റർ പറഞ്ഞു, അനിയൻ നിരീശ്വരവാദിയാണ്, നിരീശ്വരവാദിയുടെ വലിയ പ്രസ്ഥാനത്തിന്റെ ആൾ. അദ്ദേഹം പറഞ്ഞു, സഭക്കാരെല്ലാം വന്ന് ഉപവസിക്കുമ്പോഴാണ് പറഞ്ഞത്, എന്റെ ചേട്ടനും നിങ്ങളും വിശ്വസിക്കുന്ന ഞാൻ വിശ്വസിച്ചിരുന്നത് വഴി മുഴുവൻ മുള്ളും കുപ്പിച്ചില്ലും വെതറി എന്നോട് മുട്ടേ നീന്തിപ്പോയി പ്രസംഗിക്കാൻ പറഞ്ഞ ഞാൻ പ്രസംഗിക്കുമായിരുന്നത്, ഞാൻ വിശ്വസിച്ചിരുന്നു. അപ്പോൾ എന്റെ പാഷയുടെ മകനോടാണ് പറഞ്ഞെങ്കിലും എന്റെ ഹൃദയത്തിൽ ഇത് വളരെ ശക്തമായിട്ട് ഇടപെട്ടു, ദൈവാത്മ ഇടപെടാൻ. അപ്പോൾ എന്റെ ഹൃദയത്തിലൊരു തീരുമാനം ഞാൻ അപ്പോഴെടുത്തു, ഞാൻ സുവിശേഷ പ്രവർത്തനത്തിന് കടന്നുപോകും. ഈ ജോലി, ഇത് പഠിച്ച ജോലി ഞാൻ മേടിക്കില്ല. അപ്പൊ IT പഠിച്ച ജോലി കിട്ടാനുള്ള സാധ്യതയെ കുറിച്ചെല്ലാം നന്നായിട്ട് അറിയാവുന്ന ആളാണ്, സാറന്മാരെല്ലാം പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ ഞാൻ തീരുമാനിച്ചു. ഞാൻ വീട്ടിൽ പോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോഴത്തേക്കും എന്നെ കണ്ടവരെല്ലാം ചോദിച്ചു, നിനക്ക് എന്നാ പറ്റി, നിന്റെ മുഖം എന്നെ ഇങ്ങനെ വാടിയിരിക്കും, നിനക്ക് എന്താ പറ്റിയെന്ന്. എനിക്കൊന്നും മനസ്സിലായില്ല. ഉടനെ ഞങ്ങളുടെ അടുത്തൊരു സഹോദരനുണ്ട്, അവരന്ന് യാക്കോബുകാരാണ്. ആ യാക്കോബിലെ അപ്പച്ചൻ തന്റെ ഭാര്യയോട് എന്ന് പറഞ്ഞു, ജഡ്ജിയോട് പറഞ്ഞു, നീ വീട്ടിൽ ചെന്ന് അന്നമ്മയോട് പറയണം, അവൻ വരുന്നുണ്ട്, എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് വരുന്നത്, പക്ഷെ അവനോട് ശല്യപ്പെടുത്തരുത്, ഒരു ജാതിയൊക്കെ ആയിട്ട് സാവധാനം ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നപ്പം അമ്മ മാത്രം ചോദിക്കുന്നില്ല നിനക്ക് എന്നാ പറ്റിയെന്ന്. ബാക്കി വഴി വെച്ച് കണ്ട എല്ലാവരും ചോദിച്ചു എന്താ പറ്റിയത്. അമ്മ ചോദിക്കാറുണ്ട്, ചോദിക്കാതിരുന്നത് ഈ അപ്പച്ചൻ ചെന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോ അമ്മ ഒന്നും ചോദിച്ചില്ല, ആഹാരമൊക്കെ തന്നു. ഞാൻ പതിപോലെ
അന്ന് ക്ലബ്ബും സമൂഹ പ്രവർത്തനങ്ങളും ഉണ്ട്. ക്ലബ്ബിലൊക്കെ പോയി തിരിച്ചു വന്നു. ക്ലബ്ബിൽ ചെന്നപ്പോൾ എല്ലാവരും ചോദിച്ചു, നിനക്ക് എന്നാ പറ്റിയത്, നിനക്ക് എന്നാ പറ്റിയത്, പിന്നെ വല്ല ഐടിയിൽ വല്ല അടിയുണ്ടായോ? കാരണം ഞാൻ ഇച്ചിരി രാഷ്ട്രീയ പ്രവർത്തനം ചെയർമാനായിട്ടൊക്കെ നിന്ന് മത്സരിച്ചാണ് സഹോദരനായിട്ട്. അപ്പൊ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ? അവസാന സമയത്ത് ഇങ്ങനെ സ്കൂളിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഒന്നുമില്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന്. അപ്പൊ രാത്രി എല്ലാവരും ഉറങ്ങി കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ വിളിച്ചെഴുന്നേറ്റിച്ചു. നിനക്ക് എന്നാ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് എന്നാ പറ്റി, എനിക്കൊന്നും പറ്റിയില്ലെന്ന് പറഞ്ഞു. അതല്ല, നിനക്ക് പറ്റിയിട്ടുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിനക്ക് എന്നാ പറ്റിയ പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നാളെ പറയാമെന്ന്. നാളെ ഈ സമയത്ത് പറയാമെന്ന് പറഞ്ഞു. അപ്പൊ ഏകദേശം ഒരു 12 മണിയായി. നാളെ ഈ സമയത്ത് പറയാമെന്ന്. അപ്പൊ എന്റെ മുഖം കണ്ടപ്പോ അമ്മയ്ക്ക് മനസ്സിലായി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നാളെ ഈ സമയത്ത് വന്നു. നാളെ പറയാമെന്ന് പറഞ്ഞ അന്ന് ഡിസംബർ 30-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. 31-ാം തീയതി ആണ്ടർതി പ്രാർത്ഥന, വാക്സിനേറ്റ് പ്രയറുള്ളത്. അപ്പൊ അന്നേരം പറയാമെന്നാണ് ഞാൻ പറഞ്ഞത്. അമ്മയ്ക്ക് അത് കാര്യം മനസ്സിലായി എന്ന് തോന്നുന്നു. ഏതായാലും അന്ന് വാക്സിനേറ്റ് പ്രയറിൽ ഞാൻ എന്നിട്ട് പറഞ്ഞു, ഞാൻ സുവിശേഷ വിലയ്ക്ക് വേണ്ടി പോവുകയാണ്, ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു, അതുകൊണ്ട് ഞാൻ സുവിശേഷ വിലയ്ക്ക് വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. പക്ഷെ എൻ്റെ അച്ഛനും എൻ്റെ ചാച്ചനും അമ്മയ്ക്കും വളരെ സന്തോഷമായി. കാരണം അവർ ഈ മൂത്ത മോനെ സുവിശേഷ വിലയ്ക്ക് നേർന്നതാണ്. അപ്പം അതിങ്ങനെ മരിച്ചു പോയതുകൊണ്ട് എന്നെ സുവിശേഷ വേലയ്ക്ക് വിടുന്ന ഒരു താല്പര്യം കണ്ടപ്പോൾ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ചേച്ചിമാർ രണ്ടു പറഞ്ഞു, പറ്റിയല്ല, അങ്ങനെ എൻ്റെ ആങ്ങളെ കൊല്ലാൻ പറ്റിയല്ല, അവൻ ഒരു സുവിശേഷ വേലയ്ക്കും പോവുകയില്ല, അവൻ ഇങ്ങനെ സാധാരണക്കാരനായിട്ട് ജീവിച്ചാൽ മതി, എനിക്ക് ഞങ്ങളുടെ ആങ്ങളെ ഇനി കൊല്ലാൻ പറ്റിയല്ല എന്നൊക്കെ പറഞ്ഞ് പെങ്ങന്മാര് പറഞ്ഞുകൊണ്ടാണ് ഇവര് പുറത്ത് പറയാത്തത്. പക്ഷെ അകത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ ആയപ്പോഴത്തേക്ക് അവര് മാത്രമാണ് യാതൊന്നും മൈനസ് ആയിട്ട് പറയാത്തത്. പാസ്റ്ററിനോട് ചോദിച്ചത് എന്താണ്? പാസ്റ്റർ ചോദിച്ചത്, ഒരു ജോലിയോടൊക്കെ കൂടി ഇവിടെ സുശേഷയിലൊക്കെ ചെയ്താൽ പോരെ, വടക്കേണ്ടിക്കൊക്കെ പോണോ, ഇവിടെ ഭാവികളൊന്നും ഇല്ലെന്ന് ചോദിച്ചു. അങ്ങനെ പലരും നിരുത്സാഹപ്പെടുത്തി. എങ്കിലും ഞാൻ പറഞ്ഞു, പിന്നെ ഒരു വലിയ വിഭാഗം പറഞ്ഞത്, ഇവൻ ITI 8 തന്നെ പൊട്ടും, അവിടെ ഭയങ്കര ഉഴപ്പായിരുന്നു, 8 തന്നെ പൊട്ടും, അതുകൊണ്ടാണ് അവനിപ്പം ഈ ഉടുപ്പിടുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, ഞാൻ ജയിക്കും, ഞാൻ സർട്ടിഫിക്കറ്റ് മേടിച്ച് നിങ്ങളെ കാണിച്ചിട്ട് കേരളം വിടും, അതുവരെ ഞാൻ കേരളത്തിലുണ്ടായിരിക്കുന്നു. അപ്പൊ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞതാണ്, ഞാൻ ബൈബിൾ സ്കൂളിലും പോവുകയില്ല, കേരളത്തിൽ പാസ്റ്റർ ആവുകയില്ല എന്നുകൂടെ അന്ന് തന്നെ പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരമായി. അപ്പൊ ഞാനിങ്ങനെ പറയുകയും ചെയ്തു, ദൈവാത്മാവ് എന്നെ ഇടപെട്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ സുവിശേഷ വേല ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു 100 മീറ്റർ അകത്ത് 3 സഭകളുണ്ട്, ബന്ധക്കോസ് സഭ. അതുപോലെ തന്നെ ആ സഭയുടെ ചുറ്റുപാടുമുള്ള 3 വീട്ടുകാരെ വേറെ 3 ബന്ധക്കോസ് സഭകളിലെ അംഗങ്ങൾ അകലെയുള്ളത്. എന്നെ ചുരുക്കി പറഞ്ഞാൽ ഈ 100 മീറ്റർ 50 മീറ്ററിനകത്ത് 6 സഭകളുടെ പാസ്റ്റർമാർ വരും. 3 സഭയിലും 3 വീടുകളിലും വരും. അപ്പൊ മിക്കവാറും എല്ലായിടത്തും സ്ഥിതി ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കേരളത്തിൽ വേല ചെയ്യലാണ്. മാത്രമല്ല, ഇനി ദൈവാത്മാവ് അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടാകണം ആ ക്ലാസ്സിൽ വെച്ച്. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം, ബൈബിൾ പോവുകയില്ല. ഉടനെ കാര്യം ചെയ്തു, ഞാൻ നാട്ടിലൊക്കെ ഒന്ന് പോയി എല്ലാവരും ഒന്ന് കണ്ട്, ആ കൂട്ടുകാരെയും സ്വന്തക്കാരെയും ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോയതാണ്. പോയ കൂട്ടത്തിൽ പുറത്ത് പഠിച്ച കോളേജിലും കൂടെ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കോളേജിൽ ചെന്നപ്പോഴാണ് കോളേജിൽ ബോർഡിൽ എഴുതി വെച്ചേക്കുന്നത്, ഇവിടെ ഹിന്ദി ലിറ്ററേച്ചർ ആൻഡ് ലാംഗ്വേജിന് BA ആരംഭിക്കുകയാണ്, ആ യോഗ്യത പ്രീ ഡിഗ്രിയാണ്. അപ്പം ഞാൻ വിചാരിച്ചൊരു നല്ല ചാൻസാണ്, ഇവിടെ ചേർന്ന് അങ്ങോട്ട് പഠിക്കാം, അപ്പൊ ഹിന്ദിയും പഠിക്കാം, ബൈബിൾ സ്കൂളിൽ പോവുകയും വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവിടെ ചേർന്നു. അവിടെ ഹിന്ദി പഠിക്കാൻ നിർബന്ധിക്കാൻ കാരണം, ആ ഇടയ്ക്ക് എൻ്റെ ഒരു കസിൻ പഞ്ചാബിൽ സുശേഷ വേല ചെയ്യുന്നുണ്ട്. അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞടാ, നീ ഹിന്ദി പഠിക്കാതെ പോയാ നീ അവിടെ ചെന്ന് വല്ല ചോറെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ നിന്നെ തല്ലിക്കൊല്ലും, അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, നീ ഹിന്ദിയൊക്കെ പഠിച്ചിട്ടേ പോകണം കേട്ടോ. ഞാൻ അവിടെ പോയി കുറച്ച് അനുഭവിച്ച ഒരു വെള്ളം പോലും മേടിച്ച് കുടിക്കാൻ പറ്റിയല്ലായിരുന്നു, കുറെ ഞാൻ കഷ്ടപ്പെട്ടത്, അതുകൊണ്ട് നീ ഹിന്ദിയൊക്കെ പഠിച്ചിട്ടേ പോകാമെന്ന്. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെയാണ് ഞാൻ കോളേജ് ചേർന്നു. അങ്ങനെ കോളേജ് ചേർന്നു, ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. പ്രശ്നം ഇതാണ്, ഞാൻ ITI പഠിച്ചതുകൊണ്ട് എൻ്റെ ലെംഷൻ ഗ്രാൻഡും ഇതൊന്നും കിട്ടിയല്ല. അത് ചിലപ്പോൾ 1 വർഷത്തേക്ക് കിട്ടണമെന്ന് പറഞ്ഞു. എനിക്ക് മതി, ആ 1 വർഷം കൊണ്ട് പഠിച്ചാൽ മതി എന്ന് വിചാരിച്ച് ഞാൻ ചേർന്നു. അങ്ങനെ ചേർന്ന് ഇപ്പോഴത്തേക്ക് പഠിപ്പിക്കുന്ന പ്രൊഫസർ, ഹിന്ദിയുടെ പ്രൊഫസർ പറഞ്ഞു,
ഞാൻ ഈ 6 മാസം കൊണ്ട് ഞാൻ റിട്ടയർഡ് ആയ. ഞാൻ പോയി കഴിഞ്ഞാൽ ഈ കോളേജിന്റെ സ്ഥിതി അനുസരിച്ച് വേറെ ആരും ട്രാൻസ്ഫർ കൊടുത്താൽ ഇങ്ങോട്ട് വരികയില്ല. എനിക്ക് തന്നെ ട്രാൻസ്ഫർ കിട്ടിയിട്ട് ഞാൻ 2 വർഷം കഴിഞ്ഞ് 2 വർഷം ലീവ് എടുത്ത ശേഷം റിട്ടയർഡ് ആകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇങ്ങോട്ട് ആരും വരികയില്ല. കാരണം കോളേജ് അത്ര തല്ലിപ്പൊളിയാണ്. ടീച്ചർമാരെ യാതൊരു ബഹുമാനമില്ല, യാതൊരു സെൻസസും ഇല്ലാത്ത കോളേജാണ്. അതുകൊണ്ട് ആരും വരികയില്ല. ഞാൻ 6 മാസം കൊണ്ട് റിട്ടയർഡ് ആകും. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളൂ എപ്പോൾ ചോദിച്ചാലും, എപ്പോൾ ഇന്റർവ്യൂവിൽ, എപ്പോൾ മറ്റ് സാറന്മാരില്ലാത്തപ്പോഴും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുമ്പോൾ എൻ്റെ വീട്ടിൽ വന്നാൽ വരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. 6 മാസം ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ഓർത്തു എനിക്ക് മതി, 6 മാസം കൊണ്ട് എനിക്ക് ഹിന്ദി പഠിക്കാൻ മതി എന്ന് പറഞ്ഞ് ഞാൻ ഉത്സാഹത്തോടെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ 10-25 പേരുണ്ട് കോളേജിൽ. പക്ഷെ പെണ്ണുങ്ങളാണ് എല്ലാവരും. 3 പേരെ ആണുങ്ങളുള്ളൂ. അവരിൽ ഒരാള് മലയാളം എടുക്കാൻ അപേക്ഷിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ഹിന്ദിക്ക് വന്നാണ്. പുള്ളി സെക്കൻഡ് ലാംഗ്വേജ് എടുത്തേക്കുന്ന മലയാളമാണ്. അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരാണ്. പക്ഷെ എനിക്ക് പഠിക്കണം. അപ്പൊ ഞാൻ ഈ പെമ്പിള്ളേർ എപ്പോഴും ടീച്ചറിനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും കൂടി ഇങ്ങനെ പഠിക്കും. അങ്ങനെ ടീച്ചർ ഒരു 6 മാസം കൊണ്ട് ഒരു 3 വർഷത്തെ പഠിപ്പിക്കാനുള്ളതെല്ലാം പഠിപ്പിച്ചു. പ്രത്യേകിച്ച് ഗ്രാമർ കാര്യങ്ങളെല്ലാം. അപ്പൊ എനിക്ക് നല്ല ഗ്രാമറിലൊക്കെ, ഹിന്ദി ഗ്രാമറിലൊക്കെ നല്ല നിശ്ചയമായി. അങ്ങനെ ഞാൻ ഇടയ്ക്ക് പാൽ കോളേജിലൊക്കെ ഹിന്ദി പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ആയി അവിടെ പഠിച്ചു. 1 വർഷം കൊണ്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ലെഫ്റ്റ് ഗ്രാൻഡ് കട്ട് ചെയ്തില്ല. അടുത്ത വർഷവും കിട്ടി. 3ാമത്തെ വർഷം ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ലെഫ്റ്റ് ഗ്രാൻഡ് സമയമായപ്പോഴത്തേക്കും എന്നെ ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇന്നപോലെ ITI പഠിച്ചാന്ന്. ഞാൻ പറഞ്ഞു അതെ. ലെഫ്റ്റ് ഗ്രാൻഡ് മേടിച്ചായിരുന്നു. സൈബനിൽ ലെഫ്റ്റ് ഗ്രാൻഡ്. ഞാൻ പറഞ്ഞു മേടിച്ചു. എന്നാ നിനക്ക് പൈസ തിരിച്ചടക്കേണ്ടി വരുമോ? ഞാൻ പറഞ്ഞു ഞാനാണ് തിരിച്ചടയ്ക്കും. അപ്പം അതൊന്നും പറഞ്ഞ് ഞങ്ങൾക്കറിയത്തില്ല. നീ സൈബന്റെ 2 സ്ഥലത്ത് മേടിക്കാൻ പറ്റുന്നുണ്ടോ ഒരേ കോഴ്സിന്? അതിന് കോഴ്സ് 1 വർഷത്തേക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷെ നീ 2 വർഷത്തിൽ മേടിച്ചേക്കാണ് പൈസ തിരിച്ചടക്കേണ്ടി വരുന്നത്. അപ്പൊ ഞാൻ ചെന്നുകൊണ്ട് പ്രൊഫസറോട് പറഞ്ഞു. ആ സമയത്ത് പ്രൊഫസർ ശരി ഇതാണ്, ഒന്നാമത്തെ ഹിന്ദിക്ക് ആളില്ല. ഞാനോട് പോയി കഴിഞ്ഞാൽ പിന്നെ ആമ്പിള്ളേർ ആരും ഇല്ല. മറ്റേ വല്ലപ്പോഴൊക്കെ ക്ലാസ് ചെയ്തു. അപ്പൊ എന്നോട് ചോദിച്ചു, നീ അഡ്മിഷന്റെ സമയത്ത് ആപ്ലിക്കേഷൻ ഫോമിൽ നീ ITI പഠിച്ചാന്ന് എഴുതി കൊടുത്തു? ഞാൻ പറഞ്ഞു ഞാൻ എഴുതി കൊടുത്തു. ലെഫ്റ്റ് ഗ്രാൻഡും സൈബന്റും മേടിച്ചിട്ടുള്ളത് അതും ഉണ്ടെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്നു. അന്നേരം പുള്ളി പറഞ്ഞു, എന്നാ നീ പോക്കോ, ഞാൻ തീരുമാനിച്ചോളാം കാര്യങ്ങൾ. അവര് പൈസ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തോളാം, നീ പോക്കോളാൻ പറഞ്ഞു. നീ ക്ലാസ്സിൽ പോയി എന്നോളാം പറഞ്ഞു. ഞാൻ ക്ലാസ്സിൽ പോയി. അപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പുള്ളി അതിന്റെ ഹെഡിനെ വിളിച്ചു, ക്ലർക്കിനെ വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. അതിന് പ്രിൻസിപ്പലിനോട് പറഞ്ഞു. ഏതൊക്കെയായാലും ഞാനവിടെ പഠിച്ചു, പൈസ തിരിച്ചു കൊടുത്തുമില്ല. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെന്ന് എനിക്കറിയില്ല. ഞാൻ 3 വർഷം അവിടെ പഠിച്ചു. അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു റൂമിൽ നിന്നാണ് താമസിച്ചാണ് പഠിക്കുന്നത്. ഒരു കൂട്ടുകാരനുമുണ്ട്. വളരെ ആക്റ്റീവായിട്ട് സഭകളിലെല്ലാം എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കണം. എല്ലാ ഞായറാഴ്ചയും ഉച്ച കഴിഞ്ഞ് പരസ്യയോഗത്തിന് പോകാൻ. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം വലിയ സന്തോഷമായിരുന്നു. പക്ഷെ ഒരു കാര്യം സംഭവിച്ചത്, ആ സമയത്ത് ഞാൻ ഈ ചർച്ച് പൊളിറ്റിക്സിന്റെ അകത്ത് അറിയാതെ അകപ്പെട്ടു. കേരളത്തിലെ ചർച്ച് പൊളിറ്റിക്സ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഞാൻ നിന്ന് ആ സഭ ജാതിയുടെ പേരിൽ തിരിഞ്ഞൊരു സഭയാണ്. ഇടുക്കിയിലും അതുപോലെ തന്നെ ഇവിടെ കോളേജിന്റെ സമയത്തും. അപ്പൊ ആ സഭയുടെ പൊളിറ്റിക്സും രാഷ്ട്രീയവും ജാതി രാഷ്ട്രീയവും എല്ലാം മനസ്സിലാക്കി വാസ്തവം പറഞ്ഞാൽ അതെന്നെ ഒരു പിന്മാറ്റക്കാരനാക്കി. അപ്പോഴും ഞാൻ പിന്മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗത്തിന് പോകും, പരസ്യയോഗത്തിന് പോകും, ഇതെല്ലാം ചെയ്യും. പക്ഷെ അകത്ത് എന്നിലൊരു പിന്മാറ്റക്കാരനുണ്ടായി. അങ്ങനെ ഞാൻ ഈ സമയത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ബൈബിൾ സ്കൂളിൽ പോകേണ്ട ഒരു ആവശ്യകതകൾ മനസ്സിലാക്കി. ഞാനിങ്ങനെ സംസാരിക്കും, പാസ്റ്റർമാരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരു ദിവസം, അത് ഇടുക്കിയിൽ വെച്ചാണ്, ഒരു ദിവസം ഒരു യഹോസാക്ഷിക്കാരൻ ഞങ്ങളുടെ അടുത്ത്, ഞാൻ പഠിച്ച സ്കൂളിന്റെ അടുത്ത് യഹോസാക്ഷിയുടെ അവരുടെ രാജഭവനുണ്ട്. അപ്പൊ അവിടുന്ന് കുറിച്ച് അവരുടെ ആൾക്കാർ പ്രവർത്തനത്തിനായിട്ട് കടന്നു വന്നു. അവർ സംസാരിച്ചു വന്ന് നമ്മുടെ ബന്ധക്കോസും കത്തോലിക്കലും ഇതെല്ലാം തെറ്റാണ്, അവരുടെതാണ് ശരിയെന്ന് അവർ സ്ഥാപിച്ചു. അപ്പൊ പാസ്റ്ററിന്റെ കൂടെ ഉണ്ട്. പാസ്റ്റർ ബൈസ്കൂളിൽ പഠിച്ച ആളാണ്. പാസ്റ്റർ വളരെ കാര്യങ്ങളൊക്കെ അവരോട് സംസാരിച്ചു. ജയിക്കാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, അപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഇവർ പറയുന്നതെല്ലാം ഞാൻ ശരിയാണെന്നൊക്കെയാണ്. അപ്പൊ എനിക്ക് തോന്നി ബൈസ്കൂളിൽ പോകണം. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത ഈ യാക്കോബ അവരുടെ ഒരു ബന്ധു കല്യാണം കഴിച്ചേക്കുന്ന ഒരു 7th ഡേക്കാരനെ കത്തിയാണ്, 7th ഡേക്കാരനെയാണ്. അപ്പൊ അവരിങ്ങനെ അതിഥികളായിട്ട് വന്നു. അപ്പൊ 7th ഡേക്കാർക്ക് ഒരു വിഷയമുണ്ട്. അവര് വിശേഷം പറയാൻ വേണ്ടി, അവരുടെ ഉപദേശം പറയാൻ വേണ്ടി അവർ വിളിക്കും. അപ്പം ഈ അപ്പച്ചൻ ഞങ്ങളെ വിളിച്ചു. യാക്കോബിലെ അപ്പച്ചനാ, പക്ഷെ ഞങ്ങളെ വിളിച്ചു. പാസ്റ്ററെ വിളിച്ചു. ഞങ്ങൾ ചെന്നു.
അദ്ദേഹം ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഇത് തെറ്റാണ്, 7th ഡേ ആണ് ശരിയെന്ന് കറക്റ്റ് ആയിട്ട് സ്ഥാപിച്ചു. പാസ്റ്റർ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഈ 2 സംഭവങ്ങൾ എനിക്ക് ബൈബിൾ സ്കൂളിൽ പോകണമെന്ന് എനിക്കുണ്ട്. അപ്പൊ ഞാനിവിടെ നാട്ടിൽ വന്ന് ഇങ്ങനെ ഉഴപ്പിയടിച്ച് നടക്കുകയാണ്. അപ്പൊ ബൈബിൾ സ്കൂളിൽ പോകണമെന്ന് എനിക്കൊരു പ്ലാൻ ഇങ്ങനെ വളരെ ശക്തമായിട്ട് പ്രേരണയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ അമ്മ ഒരു ദിവസം പറഞ്ഞു, നീ പഠിക്കുക എന്ന് പറഞ്ഞാണ് ഇത്രയാണ് കല്യാണം കഴിക്കാൻ. അത് കഴിഞ്ഞ് പറഞ്ഞ് ദൈവവേലയ്ക്ക് പോകാൻ. ഇപ്പൊ ചെയ്യുന്ന വേല ദൈവവേലയല്ല, സാത്താന്റെ വേലയാണ്. അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ദൈവവേലയ്ക്ക് പോകണം, അല്ലെങ്കിൽ കല്യാണം കഴിച്ച് കൃഷിപ്പണിയോ അല്ലെങ്കിൽ ടെക്നിക്കൊക്കെ പഠിച്ചിട്ടുള്ള ജോലിയൊക്കെ ചെയ്ത് ആ ഇലക്ട്രോണിക്സിന് അന്ന് നല്ല സാധ്യതയുണ്ട്. ചുമ്മാ ഒരു കടയിട്ടുകൊണ്ടിരുന്നാലും നമുക്ക് പൈസ ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ബൈബിൾ സ്കൂളിൽ പോകാൻ. അപ്പൊ എന്നോട് ചോദിച്ചു, നീ അല്ലേ ബൈബിൾ സ്കൂളിൽ പോവുകയായിരുന്നു പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നെ സംഭവങ്ങൾ കൊണ്ട് ബൈബിൾ സ്കൂളിൽ പോകാതെ സംഗതി പോയാൽ ശരിയായിരുന്നു. ബീഹാറിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇവിടെ ഒന്നും ഒരു ബൈബിൾ സ്കൂളിന്റെ ആവശ്യമില്ല, യേശു രക്ഷിതാവാണെന്ന് പറയാൻ അറിഞ്ഞാൽ മതി എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ബൈബിൾ സ്കൂളിൽ പോകാൻ വേണ്ടി ഒരു മധ്യ കേരളത്തിലെ ഒരു ബൈബിൾ സ്കൂളിലേക്ക്, അന്ന് അറിയപ്പെടുന്ന ബൈബിൾ സ്കൂളാണ്, ഞാൻ അങ്ങോട്ടൊരു അപേക്ഷയ്ക്ക് ഒരു ഫോം, ഒരു ലെറ്റർ അയച്ചു. അപ്പൊ ഈ ഇത് കിട്ടുന്നത് എൻ്റെ ഒരു സഹോദരൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അവിടുത്തെ ബൈബിൾ കോളേജിലെ പോസ്റ്റ്മാന്റെ ജോലിയൊക്കെ നോക്കുന്ന ആളാണ്. അപ്പൊ അവൻ ഈ കത്ത് കിട്ടി. കത്ത് കണ്ടപ്പോ എൻ്റെ പേര് കണ്ടപ്പോൾ അവന് മനസ്സിലായത് ചേട്ടപ്പള്ളിയാണ്. അവന്റെ വീട് കോഴിക്കോട്ടാണ്. അവൻ എന്ത് ചെയ്തെടുത്ത് വായിച്ചു നോക്കിയപ്പോൾ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ആപ്ലിക്കേഷൻ വായിച്ചു തരണം, ഇങ്ങനെ ബിഡിക്ക് ചേരാനാണെന്നൊക്കെ പറഞ്ഞാണ്. അപ്പൊ അവൻ ആ കത്ത് വലിച്ചിരുന്നു. എനിക്ക് ഒരു കത്ത് അയച്ചു. ചേട്ടന്റെ കത്ത് ഞാൻ ഇങ്ങനെ വലിച്ചിട്ട് കളഞ്ഞു. ഞാൻ ആ കത്ത് കണ്ടത്, ഞാൻ മൊത്തത്തിന്റെ പണിയാണ് ചെയ്യുക അവിടെ. അതുകൊണ്ട് കാര്യം ചെയ്യേ, ചേട്ടൻ ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനെ വേറെ പ്രശസ്തമായ കേരളത്തിലെ ഒരു പെന്തക്കോസ്ത് സെമിനാരി ഉണ്ട്, അങ്ങോട്ട് അഡ്രസ്സ് തന്നു, അങ്ങോട്ടൊരു കത്ത് എഴുത്, എന്നിട്ട് അവിടെ പോയി ചേരി, ഇവിടെ BTH-കാരാണ് BD-ക്കാരെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്തത് ശരി, അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോ ബൈബിൾ സ്കൂളിൽ ചേർന്നതല്ലേ ഉള്ളൂ, ഞാൻ അതിലേക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പൊ അവിടുന്ന് ഒരു ഇന്റർവ്യൂ കത്ത് വന്നു. ഞാൻ ഇന്റർവ്യൂവിന് ചെന്നു. തലേദിവസമാണ് ചെല്ലുന്നത്. അവിടെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ 10 മണിക്കാണ് ഇന്റർവ്യൂ. കാരണം ഒത്തിരി ദൂരമാണ്, ഇടുക്കിന്ന് അടൂർ വരെ പോകണം. അപ്പൊ ഞാൻ പിറ്റേ ദിവസം തലേദിവസം അവിടെ കിടന്ന് രാവിലെ നമുക്കന്ന് ചായ കുടിക്കുന്ന സ്വഭാവമുണ്ട്, കടയിൽ പോയി രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കാൻ വേണ്ടി ടൗണിലേക്ക് പോകാൻ സഹോദരന്മാർ പറഞ്ഞു അത് പറ്റിയല്ല, ഇവിടെ നിയമമില്ല. ഞാൻ പറഞ്ഞു, ഞാനിവിടെ അഡ്മിഷൻ ആയില്ലോ, ഞാൻ ജോൺ ചേർന്ന് ഇവിടെ നിയമം പാലിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, പള്ളി പ്രിൻസിപ്പൾ അച്ഛൻ എന്നാണ് വിളിക്കുന്നത്, അച്ഛനോടെ കാണും, വഴിയിൽ കാണും, പുള്ളി ചോദിക്കും, കണ്ടു കഴിഞ്ഞാൽ പിന്നെ അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ വേണ്ട, ഞാൻ അഡ്മിഷൻ കഴിഞ്ഞേ ഇവിടുത്തെ നിയമം പാലിക്കുന്നു പറഞ്ഞ് ഞാൻ പോയി. എന്നപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാനപ്പോൾ ചായ കുടിക്കാൻ പോകുമെന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് പേന മേടിക്കാൻ പോകും. പ്രധാനം പറഞ്ഞു, ഇവിടെ പേന ഇവിടെ കിട്ടുന്നു. അങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞു, എന്നാലും എനിക്ക് അന്ന് പോയിട്ട് വരണമെന്ന് പോയി. അപ്പൊ ഇന്റർവ്യൂവിന് ആ പാടം 3 പേരേ ഉള്ളൂ. അവരെ ആദ്യം 2 പേരെ ഇന്റർവ്യൂ നടത്തി. 2 മിനിറ്റ് കൊണ്ട് 2 പേരെ ഇന്റർവ്യൂ. എന്നെ ഇന്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ എൻ്റെ ഈ സ്വഭാവം കൊണ്ട് എന്നെ ഇന്റർവ്യൂവിന് ഇട്ട് വല്ലാതെ കുഴക്കി. 1 മണിക്കൂറായിട്ട് എന്റെ ഇന്റർവ്യൂ തീരുന്നില്ല. എനിക്ക് അങ്ങനെ ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി, വീട്ടിൽ പോയാൽ മതി എന്നായി. ഇവർ വിടുന്നുമില്ല. അങ്ങനെ പറഞ്ഞ് അവസാനം എന്റെ ആപ്ലിക്കേഷൻ എടുത്തപ്പോൾ ഇംഗ്ലീഷിൽ തെറ്റുണ്ട്. പിന്നെ ആ തെറ്റിനെ കുറിച്ച് ഇവർ ഇംഗ്ലീഷിൽ സംസാരിക്കണം. അപ്പൊ എനിക്കൊന്നും ഇംഗ്ലീഷ് മനസ്സിലായില്ലെന്ന രീതിയിലാണ്, കാരണം തെറ്റാണല്ലോ എഴുതിയേക്കുന്നത്. അപ്പൊ ഇവങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒത്തിരി പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഒരു സാർ എന്നോട് ചോദിച്ചു, തെറ്റെന്താണെന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. മലയാളത്തിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞ ഇംഗ്ലീഷിൽ പറഞ്ഞു, തെറ്റെല്ലാവർക്കും പറ്റും, മറവി എല്ലാവർക്കും പറ്റും, ഈ കയ്യബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റാറുള്ളതാണ്. ഇംഗ്ലീഷാണ് പറഞ്ഞു. അപ്പൊ ഇവർക്ക് മനസ്സിലായി, ഇവർ പറഞ്ഞെല്ലാം മനസ്സിലായി. ലാസ്റ്റ് എന്നോട് പറഞ്ഞു, അഡ്മിഷൻ ഇവിടെ ഉറപ്പല്ല, അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ. അപ്പൊ അവരൊക്കെ സംസാരത്തിന് ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ചാണ്. ഇത് ഞാൻ ഭയങ്കര തല്ലിപ്പുള്ളിയായിട്ട് പെണ്ണ് കിട്ടാത്തതുകൊണ്ട് ബൈബിൾ സ്കൂളിൽ പഠിച്ച് പെണ്ണ് കെട്ടാൻ വേണ്ടി വരുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞ് കഴിഞ്ഞ എന്നോട് പറഞ്ഞു, ഇവിടെ അഡ്മിഷൻ കിട്ടാൻ സാധ്യത കുറവാണ്, ഇനി ബൈ ചാൻസ് കിട്ടിയാൽ കോഴ്സ് കഴിയുന്നവരെ കല്യാണം കഴിക്കാൻ പറ്റിയത്. അപ്പൊ ഞാൻ എടുത്ത് വായിച്ചു, അത് ഏത് വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അന്ന് തന്നെ അവർക്ക് മനസ്സിലായി ആള് മോശമല്ലാന്ന് മനസ്സിലായി. ഏതായാലും എന്നോട് പറഞ്ഞു, 3 ദിവസം കഴിയുമ്പോൾ കണ്ണമ്പുലയിൽ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. കാരണം അവിടെ നിന്നല്ല, സെറാമ്പൂരിന്റെ എക്സാം നടക്കുന്ന സ്ഥലമാണ്. എന്നോട് പറഞ്ഞു, കണ്ണമ്പുല പോയി എൻട്രൻസ് എഴുതുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ 3 ദിവസം കൊണ്ട് ഇപ്പൊ ഇടുക്കി പോയിട്ട് വരിക, കണ്ണമ്പലയ്ക്ക് വരിക എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് അസാധ്യമാണ്. അന്നേരം പറഞ്ഞു, പോകണ്ട, നിങ്ങൾ ഇവിടെ താമസിച്ചോ, ലൈബ്രറിയൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞു.
അങ്ങനെ ലൈബ്രറിയൊക്കെ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ച് ഞാൻ അവിടെ നിന്നു. പൈസയും കയ്യിൽ കുറവാണ്. ഏതായാലും അവിടെ നിന്നു, ആഹാരമൊക്കെ നിന്നു. ആ 3 ദിവസം ഞാൻ പുറത്തൊന്നും പോയൊന്നുമില്ല, മാന്യമായിട്ട് നിന്നു. അപ്പൊ സഹോദരന്മാര് എന്നോടൊന്ന് പറഞ്ഞു, ആദ്യം ബൈബിൾ ഒന്നും പഠിക്കണ്ട, ഗ്രാമർ ശരിക്കും പഠിക്കാൻ. അപ്പൊ ഞങ്ങൾ സഹായിക്കാന്നൊക്കെ പറഞ്ഞു. എനിക്ക് മനസ്സിലായി അവൻ സാറന്മാർ പറഞ്ഞു വിട്ടതാണ്, എന്റെ ഇംഗ്ലീഷ് ഗ്രാമർ പോരാണ്. ഞാൻ പറഞ്ഞു എനിക്ക് അത്യാവശ്യം ഗ്രാമറൊക്കെ അറിയാം, പിന്നെ ഈ 10-15 വർഷം പഠിച്ച ഗ്രാമർ നിങ്ങൾ 1, 2, 3 ദിവസം കൊണ്ട് പഠിപ്പിക്കുമോ? അങ്ങനെ കഴിവുള്ളത് നിങ്ങൾ ഉണ്ടെങ്കിൽ പഠിപ്പിക്കാമെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോയി പരീക്ഷ എഴുതി. അപ്പൊ ഇവര് പരീക്ഷ എഴുതി കഴിഞ്ഞ് എൻട്രൻസ് പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ് ഉണ്ട്. അപ്പൊ അതിന് ജയിക്കുകയാണെങ്കിൽ എനിക്ക് അഡ്മിഷൻ തരാം എന്നുള്ളൊരു കണ്ടീഷനാണ് എന്നോട് പറഞ്ഞത്. അഡ്മിഷൻ കിട്ടുന്ന കാര്യം ഇപ്പൊ പറയാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു. ഏക്കനെ ഞാൻ പരീക്ഷ കഴിഞ്ഞു, നന്നായിട്ട് എഴുതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്വസ്റ്റ്യൻ ഒന്നും വലിയ പ്രയാസമൊന്നും ഇല്ലായിരുന്നു. ഗ്രാമർ ഒക്കെ നന്നായിട്ട് എഴുതി. അങ്ങനെ ഞാൻ എന്നിട്ട് വീട്ടിലേക്ക് പോന്നു. കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കത്ത് വന്നു, അഡ്മിഷനായെന്ന് പറഞ്ഞ് കത്ത് വന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി ചേർന്നു. അവിടെ ചേർന്നപ്പോൾ ഈ സെറാബുവിന്റെ ഫീസ് കൊടുക്കണം, അതുപോലെ തന്നെ സെറാബുവിന്റെ പരീക്ഷാ ഫീസ് കൊടുക്കണം. നല്ല ഫീസാണ്. വർഷത്തിൽ 2 പ്രാവശ്യം കണ്ണമ്മൂടെ പോയി പരീക്ഷ എഴുതണം. അത് 1 മാസമൊക്കെ പരീക്ഷ എടുക്കും. ഒരു ദിവസം കഴിഞ്ഞ് എനിക്കാണെങ്കിൽ ഇടുക്കി പോയിട്ട് വരാൻ ഒത്തിരി താമസമുണ്ട്. അപ്പൊ അവിടെ തന്നെ താമസം വെച്ചാൽ അടുത്തുള്ളവരൊക്കെ വീട്ടിൽ പോയി വരും. അപ്പൊ അതെല്ലാം ഭയങ്കര ചെലവായി. അപ്പൊ ഞാൻ ഇത് വിചാരിച്ചു, ഈ വർഷം എങ്ങനെയും പരീക്ഷ എഴുതുക, എന്നിട്ട് നിർത്തുക. അപ്പൊ നിർത്തുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, ബൈസ്കൂളിലൊക്കെ പോയിട്ട് ഇടയ്ക്ക് നിർത്തി പോന്ന അത് ഒറ്റ കേസേ പറയുള്ളൂ. ആ കേസ് 7ാം കൽപ്പന ലംഘിച്ചുകൊണ്ടാണ് ഇവനെ അവിടെ എടുക്കാത്തതെന്നുള്ളൂ. പൈസയുടെ കാര്യമൊന്നും, പ്രത്യേകിച്ച് ബൈസ്കൂളിൽ പൈസ ഉണ്ട്, ഫീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലായി. അങ്ങനെ ഞാൻ വിചാരിക്കും, അപ്പം കോളേജ് പഠിക്കുന്ന സമയത്ത് പെണ്ണ് കെട്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം അവധി സമയത്ത് കല്യാണം കൊണ്ട് കഴിക്കാം. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കോളേജ് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഇടിക്കുകയാണ്. അതിന് മുമ്പുള്ള അനുഭവങ്ങൾ അങ്ങനെ പലരെയും 2-3 പേരെ ഞങ്ങൾ ആ വർഷം തന്നെ കല്യാണം കഴിച്ചു എന്ന പേരിൽ അവരെ എടുക്കാൻ മറ്റു കാരണങ്ങളൊക്കെ പറയുന്നത്, കല്യാണം കഴിച്ചെന്ന് പറയില്ല, മറ്റു കാരണങ്ങളൊക്കെ പറഞ്ഞ് എടുക്കാതിരുന്നതാണ്. അപ്പൊ അതുപോലെ ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. വീട്ടിൽ പറഞ്ഞു. അപ്പൊ അനിയന്റെ കല്യാണം ആ സമയത്ത് ആലോചിച്ചിട്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, 2 കൂടെ ഒന്നിച്ച് നടത്താം, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. എന്നെ കാണാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ പറയുക, ഞാൻ ബൈസ്കൂളിൽ പഠിക്കുന്നതിലും എനിക്ക് വടക്കേണ്ടിലേക്കാണ് ദൈവവിളി. അപ്പൊ അതിന് പോരാ, ഞാൻ കോഴ്സ് കഴിയുമെന്നൊന്നും പറയാൻ പറ്റിയല്ല, ദൈവം എന്നോട് എപ്പം അറിഞ്ഞാലും ഞാൻ പോകും എന്ന് പറഞ്ഞ് അതിന് സമ്മതിക്കുന്ന ഒരു പെണ്ണിനെ കിട്ടുകയെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച് ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു അകന്ന ബന്ധു, ഒരു പാസ്റ്ററുണ്ട്, അദ്ദേഹം പാലക്കാടാണ്. അപ്പൊ ഈ പാലക്കാട്ടുള്ള പാസ്റ്റർ വയനാട്ടിൽ ബത്തേരിയിൽ ഒരു പാസ്റ്റർക്ക് അഡ്രസ്സ് കൊടുത്തു, എന്റെ അഡ്രസ്സ് കൊടുത്തു. പുള്ളി ചേട്ടൻ പറഞ്ഞു, അവൻ കല്യാണം കഴിച്ചെന്ന് പോലും എനിക്ക് അറിയത്തില്ല, വർഷങ്ങളായി ഞങ്ങളൊരു ബന്ധമില്ല, പക്ഷെ ഒന്ന് പാസ്റ്റർ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, പാസ്റ്റർ സഭയിൽ ഒത്തിരി പെമ്പിള്ളേർ ഉണ്ടെന്ന് പാസ്റ്റർ പറഞ്ഞപ്പോഴാണ് പറഞ്ഞ് ഒരു കത്തയച്ചു നോക്കൂ. അപ്പൊ ഞാൻ പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് ഈ കത്ത് കാണുന്നത്. അപ്പൊ എന്നോട് വീട്ടുകാർ പറഞ്ഞു, ഇതുപോലെ ചേട്ടൻ ഒരു കത്ത് അയച്ചിട്ടുണ്ട്, നീ വായിച്ചു നോക്കാൻ പറഞ്ഞു. വായിച്ചു നോക്കിയ സംഗതി ഇതാ. അപ്പൊ എന്റെ കൂട്ടുകാരൻ, ബൈബിൾ സെമിനാരി പഠിക്കുന്ന കൂട്ടുകാരൻ ഒരു കത്തെഴുതി. ആ കത്തിന്റെ ആരംഭം ഇങ്ങനെയാണ്, മനുഷ്യൻ ഏകനായിട്ടിരിക്കുന്നത് നന്നല്ല എന്നൊക്കെ പറഞ്ഞ് വിവാഹത്തെ കുറിച്ചൊരു ഭയങ്കര ലേഖനമൊക്കെ ആയിട്ട് പുള്ളി എനിക്കൊരു കത്തെഴുതി. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ പറയുന്ന പെണ്ണിന് പോയി കാണാന്ന് പറഞ്ഞു. അങ്ങനെ രാജാക്കട്ട് പോയി ഒരു പെണ്ണിനെ കണ്ടു. പക്ഷെ ഞാൻ എൻ്റെ ഈ ആഗ്രഹം പറഞ്ഞു. അപ്പം അത് എനിക്ക് മനസ്സിലായ ഒരു ഭാവം കണ്ട് കൊള്ളാം, കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും സൗണ്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായി വടക്കേണ്ടിക്ക് പോരാനോ അത്ര ദൈവവിളിയൊന്നുള്ള സഹോദരി അല്ലെന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു, എന്നാ ഈ ബത്തേരിയിലുള്ള പെണ്ണിനെ പോയി കാണാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പോയി കണ്ടു. ഭാര്യയുടെ പെണ്ണ് കാണുന്ന സമയത്ത് പറഞ്ഞത്, എൻ്റെ ഒരു സഹോദരനെ കൊണ്ടാണ് പോയത്. വിവാഹം കഴിച്ച സഹോദരനാണ്, വയനാട്ടിൽ നിന്നാണ്. അപ്പൊ അദ്ദേഹത്തെ കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്. പെണ്ണ് കാണാൻ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ചോദിച്ചു, പുള്ളിയെ കൊണ്ട് ഞാൻ ചോദിപ്പിച്ചു, ഇങ്ങനെ കാര്യം ചോദിച്ചു. അപ്പൊ മനസ്സിലായി വടക്കേണ്ടിക്ക് പോരാൻ തയ്യാറുള്ള പെൺകുട്ടിയാണെന്ന് മനസ്സിലായി. അങ്ങനെ പെട്ടെന്ന് തന്നെ 10-15 ദിവസത്തിനകം കല്യാണം നടത്തും. കല്യാണം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഇന്നുപോലെയാണ് പ്രശ്നം. കല്യാണം നടത്തിയ പാസ്റ്റർ ഒരൊറ്റ പ്രസംഗം, എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് പാസ്റ്ററാണ്, എപ്പോഴുണ്ടെന്ന് അറിയത്തില്ല, സെൻട്രൽ പാസ്റ്ററാണ്. അദ്ദേഹം കല്യാണം നടത്തിയപ്പോൾ ഒറ്റ പ്രസംഗം പ്രസംഗിച്ചു. ഇതാണ് പ്രസംഗിച്ചത്, ഒരു ദൈവദാസന്റെ കൂടി, ഒരു ചെറുപ്പക്കാരന്റെ കൂടി ശുശ്രൂഷ ഈ കല്യാണത്തിൽ കൂടെ അവസാനിച്ചു എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളെ അല്ലെങ്കിൽ സഹോദരിമാരെ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു. പുള്ളിയുടെ അനുഭവം കൊണ്ട് പറഞ്ഞായിരിക്കും, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യ ആദ്യം പറയുന്നത്, എന്തു വന്നാലും കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് കുടുംബഗീതം ഉള്ളെന്നാണ് രീതിയിലാണ്.
അപ്പൊ ഞാൻ ആ പാടെ വിഷമത്തിലായി. കാരണം ഞാൻ കല്യാണം കഴിക്കുന്നത് തന്നെ ദൈവജനപ്രകാരമല്ല. ബൈബിൾ സ്കൂളിൽ നിന്ന് കേടുകൂടാതെ പരിക്ക് കൂടാതെ ബൈബിൾ സ്കൂൾ അവസാനിപ്പിക്കാൻ വേണ്ടി, സെമിനാരി അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പണി നടത്തുന്നത്. അപ്പൊ ഭാര്യ ഇങ്ങനെ പറയുന്നു, എന്ത് ചെയ്യും? ഭയങ്കര പ്രാർത്ഥന. ഞാൻ പറഞ്ഞ സാമ്പത്തിക കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല, അവരൊക്കെ ആദ്യമായിട്ട് ബന്ധക്കോസ് വന്നിട്ട് 5-8 വർഷമായുള്ളൂ കത്തോലിക്ക് നിന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം സഹായിക്കും എന്നൊക്കെ പറഞ്ഞു. ഏതായാലും മനസ്സില്ലാ മനസ്സോടെ ഞാൻ ബൈബിൾ സ്കൂളിൽ, അപ്പോഴും എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്, ബൈബിൾ സ്കൂളിൽ നിന്ന് പോയി സാധനം പെട്ടിയൊക്കെ എടുത്തിട്ട് പോരാ എന്ന് വിചാരിച്ച് ഞാൻ എത്തി. അവിടെ ചെന്നപ്പം ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്തു, ഒരു ദിവസം തന്നെ മുമ്പ് ചെയ്തു. ടീച്ചേഴ്സിനെല്ലാം ഭയങ്കര ഇതായിരുന്നു. ഞാൻ എൻ്റെ കല്യാണക്കുറി അയച്ചായിരുന്നു പ്രിൻസിപ്പളിനും സാറന്മാർക്കൊക്കെ. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ട്, വരാൻ സമയമില്ല, അത്രയും ചെറിയ നോട്ടീസാണ് അയക്കുന്നത്, വരണ്ട. പക്ഷേ ഈ കാര്യം മുന്നറിയിപ്പ് ഞാൻ കൊടുത്ത. അവിടെ ചെന്നപ്പോഴത്തേക്കും അതിൻ്റെ യാതൊരു ലക്ഷണവുമില്ല. ഞാൻ തുടർന്ന് അവിടെ പഠിച്ചു, ഗ്രാജുവേഷനായി. ഇപ്പം എനിക്കൊരു കുട്ടിയുണ്ട്. ഭാര്യയും അമ്മയും ഒക്കെ ഗ്രാജുവേഷൻ വന്നു. ഗ്രാജുവേഷനെല്ലാം കഴിഞ്ഞ് പോയി പ്രിൻസിപ്പളിനെ കണ്ടു. പ്രിൻസിപ്പളിന്റെ ഭാര്യ പറഞ്ഞു, പാവ കല്യാണം കഴിച്ചപ്പോഴും ഞങ്ങളെ അറിയിച്ചില്ല, കൊച്ചുണ്ടായപ്പോഴും അറിയിച്ചില്ല, ഇനി എന്നാണെങ്കിലും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഏതായാലും ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞ് ഞാൻ വടക്കണ്ടിക്ക് പോകാൻ വേണ്ടി ഉള്ള തീരുമാനിച്ചപ്പോൾ ഞാൻ ബീഹാറാണ് തിരഞ്ഞെടുത്തത്. അത് കാരണം എന്ന് വെച്ചാൽ എല്ലാ ബുധനാഴ്ചയും ഒരു മിഷണറി മീറ്റിംഗാണ്. അവിടുന്ന് പല ഈ സഞ്ചാര ഉപദേശിമാരെ വന്ന് പ്രസംഗിക്കും. അപ്പൊ വന്ന് പ്രസംഗിക്കുന്ന ഉപദേശിമാരെല്ലാം പറയുന്ന ബീഹാർ എന്ന് പറയുന്ന ശവപ്പറമ്പാണ്, അവിടെ പോയി സുവിശേഷം അറിയിക്കാൻ ആരില്ല, ഇന്ന് വരെ ആരും എത്തിയിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നി, എനിക്ക് ചെറുപ്പം തൊട്ട് ഈ തീക്കളി വലിയ ഇഷ്ടമുള്ളതാണ്. അങ്ങനെ ഞാൻ ബീഹാർ തിരഞ്ഞെടുത്തു. പക്ഷെ ബീഹാർ തിരഞ്ഞെടുത്തെങ്കിലും ഉടനെ പോരാൻ പറ്റില്ല. ബൈബിൾ കളഞ്ഞപ്പോഴത്തേക്കും ഭാര്യ പറഞ്ഞു, ഭാര്യയുടെ ചേടത്തിയുടെ മകളുണ്ട്, അവളുടെ കൂടെ നിന്ന് പഠിച്ചാണ്, അവളുടെ അമ്മ 2ാം വിവാഹം കഴിച്ച് വേറെ താമസിക്കുന്നതാണ്, അവർക്ക് മക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഇവളുടെ കൂടെ നിന്ന് ജീവിച്ച ഇവളുടെ ചേടത്തിയുടെ മകളുണ്ട്, അനിയത്തിയെ പോലെയാണ്. അപ്പൊ അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ഒരു വർഷം കൂടെ, നമുക്ക് പ്രായപൂർത്തി പോലും ആയിട്ടില്ല. അപ്പൊ ഒരു വർഷം കൂടി 18 വയസ്സായിട്ടില്ല. അപ്പൊ 18 വയസ്സാകുന്ന പോലെ കല്യാണം ആലോചിക്കാൻ സാധിക്കുള്ളൂ. ഒരു വർഷം കേരളത്തിൽ നിൽക്കാൻ തന്നെ. അതിന് മറ്റൊരു കാര്യം, സെമിനാരിൽ പഠിച്ചപ്പോൾ സാറ് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും കേരളത്തിലൊരു സഭയിൽ ഒരു വർഷമെങ്കിലും ഇരുന്നൊരു പാസ്റ്ററുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ഉപരിപഠനത്തിനൊന്നും പോകുന്നില്ല, എങ്കിലും വടക്കേണ്ടിക്കാണല്ലോ പോകുന്നത്. അപ്പൊ ഈ കേരളത്തിലെ പാസ്റ്ററുടെ അനുഭവം ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു ഒരു സഭയിൽ ചേരാൻ വേണ്ടി മാത്രം പോയതല്ല. എൻ്റെ കൂടെ പഠിച്ച 2 സഹോദരന്മാര് അവരൊരു ബൈബിൾ കോളേജിൽ അധ്യാപകരായിട്ട് നിയമിക്കപ്പെട്ടു. അപ്പൊ അവരെ അധ്യാപകരായിട്ട് നിയമിച്ചെടുത്തിട്ട് അവരുടെ സഭയിലല്ല, മറ്റൊരു സഭയിലാണ്. അപ്പം അവരുടെ സഭയിലും ബൈബിൾ സ്കൂളുണ്ട്. ഇവർ 2 പേരും ആ സ്കൂളിൽ ചെന്ന് അവരെ ടീച്ചറായിട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ സഭക്കാർ വിളിച്ചു, വേണ്ട, അങ്ങനെ മറ്റാരുടെ വയലിൽ പോകണ്ട, നമ്മുടെ ബൈബിൾ സ്കൂളിലേക്ക് വരാൻ പറ്റും. അപ്പൊ ഇവർ 2 കൂടെ അങ്ങോട്ട് പോയി. അപ്പൊ ഇവർ എന്നോട് പറഞ്ഞു, ഞങ്ങൾ 2 പേരും പോവുകയാണ്, അതുകൊണ്ട് നീ എന്നാൽ തീർച്ചയായിട്ടും നിനക്ക് കിട്ടും, നീ അവിടെ ചെല്ലാൻ പറ്റും. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവര് എന്നെ കണ്ട മാത്രമേ അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് അവരെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു, എനിക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇന്റർവ്യൂവിന് അവരെന്നോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എനിക്കറിയാം പഠിപ്പിക്കാൻ ചെയ്യുന്നു, എനിക്ക് പഠിപ്പിക്കാൻ അറിയുമെന്നാ പറയേണ്ടത്, അല്ല മറ്റൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ദൈവവേല ചെയ്യും. അന്നേരം ചോദിച്ചു, ഒരു സഭയുടെ ഭാഷ ആകുമെന്ന്. ഞാൻ പറഞ്ഞു, സഭയുടെ ഭാഷ ആകുന്ന യാതൊരു ബുദ്ധിമുട്ടില്ല, കാരണം എനിക്കൊരു ആഗ്രഹമുണ്ട് ഒരു വർഷം സഭയുടെ ഭാഷ ആകുന്നത്. അങ്ങനെ ഞാൻ അവിടെ, അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വയനാട്ടിലൊരു സഭയുണ്ട്. അപ്പൊ വയനാട്ടിലെ ഭാര്യ വീടാണല്ലോ, വയനാട്ടിലൊരു സഭയുണ്ട്, അവിടെ ചാർജ് എടുത്ത് അവിടെ ഞങ്ങൾക്കൊരു ബൈബിൾ സ്കൂളും ഉണ്ട്, അവിടെ പഠിപ്പിക്കുകയും ചെയ്യാന്ന്. അപ്പൊ ഞാനത് ശരിയാ, നല്ല കാര്യമാണ്. അങ്ങനെ ഞാൻ ആ സഭയുടെ ചാർജ് എടുത്തു. സഭയുടെ ചാർജ് എടുത്ത കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതിനോടൊന്നും ഞാൻ കടന്നു പോകുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. 6 മാസം കഴിയുമ്പോഴത്തേക്ക് ആ സഭയിൽ നിന്ന് എനിക്ക് പുറത്തു പോയിരുന്നു. അത് അങ്ങനെയുള്ള ഒരു സംവിധാനമായിരുന്നു. ബൈബിൾ സ്കൂളിനെ കുറിച്ച് എനിക്കറിയാമായിരുന്നു. പക്ഷെ ഞാൻ ആ ബൈബിൾ സ്കൂളിൽ ചെന്നപ്പോഴത്തേക്കും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത്, അത് കളിപ്പാണ്, അവർക്കും ഈ ബൈബിൾ സ്കൂളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ബൈബിൾ സ്കൂളിന്റെ പേരിൽ അവർ കുറച്ച് ലക്ഷങ്ങൾ പൈസ കിട്ടുന്നുണ്ട്, ഈ പൈസ കൊണ്ട് ഞങ്ങൾ മറിയോന്ന് പറഞ്ഞാൽ അവരിട്ടാണ്, ഞങ്ങൾ അക്കൗണ്ടിൽ ഇപ്പോഴും കിടക്കുന്ന പൈസ, ഞങ്ങൾ പൈസ എടുത്തിട്ടില്ല, അതുകൊണ്ട് ബൈബിൾ സ്കൂളുമായിട്ട് യാതൊരു ബന്ധമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കാനും പറ്റിയില്ല, കാരണം ഞാൻ ഇവരുടെ ഏജന്റ് ആണെന്നൊരു ധാരണ അവർക്ക് വന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആ സഭയിൽ നിന്ന് മാറേണ്ടി വന്നു. മറ്റൊരു സഭയിലെ ഭാര്യയുടെ സഭക്കാർ പറഞ്ഞു,
അവർ 200 രൂപ വാടക തരും. അപ്പൊ 15 കിലോമീറ്റർ ഇടയ്ക്ക് വിശ്വാസികൾ ആരും ഇല്ലാത്ത സഭകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത്, പാലേരി എന്ന് പറഞ്ഞ വയനാട്ടിന്റെ ഒരു സ്ഥലത്ത്, കോഴിക്കോടുമായിട്ട് ചേർന്ന സ്ഥലമാണ്, അവിടെ ശുശ്രൂഷിക്കണം പറഞ്ഞു. ഞാൻ അങ്ങനെ അവിടെ ശുശ്രൂഷിക്കാൻ ഇടയാക്കുന്നു. മുസ്ലിങ്ങളാണ് കൂടുതൽ, സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അവിടെ ഒരു കടക്കാരനുണ്ട്, ഒരു മുസ്ലിമാണ്. അദ്ദേഹത്തിന് മനസ്സിലായി ഞങ്ങളുടെ പൈസയൊന്നുമില്ല, കുറച്ച് സാധനങ്ങളൊക്കെ അല്ലേ മേടിക്കുള്ളൂ. ഒരു ദിവസം അദ്ദേഹം നാളികമായിട്ട് കടന്നു വന്നു, വൈകുന്നേരം കുടിക്കാൻ കഞ്ഞോളം ചെയ്തു. അപ്പൊ ആര് പറഞ്ഞു, കഞ്ഞി ഊറ്റിക്കളഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകിയിട്ടുള്ള വെള്ളം കളഞ്ഞു പറഞ്ഞു. അപ്പൊ പുള്ളി ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ നുണ പറയുന്നത്? നിങ്ങൾ ഇവിടെ നിന്ന് എത്ര സാധനം മേടിക്കുന്നു, ഇവിടെ എത്ര സമയം പുക തിരിയുന്നൊക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നുണയൊന്നും പറയണ്ട. രാവിലെ ഞാൻ വരും, കട തുറക്കും, 1 മാസത്തേക്ക് 2 മാസത്തേക്കുള്ള സാധനം നിങ്ങൾ കൊണ്ടുപോലും പൈസ കൊണ്ടാകുമ്പോൾ തന്നാൽ മതി. അവിടെ തൊട്ട് ദൈവവരെ കുറിച്ച് വലിയ കരുതൽ കരുവെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ഈ കാക്ക അയക്കാന്ന് പറഞ്ഞ പോലെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ പറയും, പോസ്റ്റ് പറയുന്നതിന് മണിയോട്ടോട്ട് വരുന്നത് കാക്ക അയക്കാന്ന് പറയും. എനിക്കൊരു കാക്ക ദൈവം അയച്ചു. അദ്ദേഹം സാധനമൊക്കെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ചെന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു. അന്നൊരു ഞായറാഴ്ച ഒരു കല്യാണമായിരുന്നു, മറ്റൊരു സഭയിലെ കല്യാണമായിരുന്നു. ഞാൻ കല്യാണത്തിന് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാനന്ന് നേരത്തെ ഈ ഗോസ്ബൽ പരീക്ഷയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു സപ്പോർട്ടിന്. അന്ന് തന്നെ ആ സപ്പോർട്ട് എനിക്ക് വന്നു. അപ്പൊ പിറ്റേ ദിവസം ഞാൻ കൊണ്ട് ഈ കടയിലെ കടവും തീർത്തു. ഞങ്ങൾ അങ്ങനെ അവിടെ സുഖമായിട്ട് പ്രവർത്തിച്ചു. പല രീതിയിൽ ഞാൻ ഇവിടെ പ്രവർത്തിച്ചു. മുസ്ലിങ്ങളായതുകൊണ്ട് ആ രീതിയിൽ ഒക്കെ പ്രവർത്തിച്ചു. അതിനുശേഷം പിന്നീട് അവിടെ അടുത്തൊരു സഭ ഉണ്ടായിരുന്നു. ആ സഭയിൽ ആളില്ലാത്തതുകൊണ്ട് പാസ്റ്റർ ഇല്ലാതെ കിടക്കുകയായിരുന്നു. IPC സഭയാണ്, 3 കിലോമീറ്റർ അകലെയാണ്. ആ പാസ്റ്റർ വന്നപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അവിടുന്ന് വലിഞ്ഞ് പാസ്റ്ററായിട്ട് കുറച്ച് നാൾ ഒക്കെ പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഓർത്തു 2 സഭയ്ക്ക് വേല സഭ വെക്കുന്നത് ഇഷ്ടം ശരിയല്ലെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ കേരളത്തിൽ തന്നെ വേല വേണ്ടെന്ന് വെച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മാറിയിരിക്കുമ്പോഴാണ് ഒരു സുവിശേഷ മിഷണറി സംഘടനയിലെ ഒരു ഹിന്ദി ടീച്ചറെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഒരു അപേക്ഷ, ഒരു പരസ്യം കണ്ടു. അപ്പൊ ഞാൻ അവിടെ ഹിന്ദി പഠിപ്പിക്കാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്ത് പോയി. അതിന് മുമ്പ് ഞാൻ അവിടെ ബൈസ് ക്ലാസ് പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. അത് ഒരു വയനാട്ടിലെ ഒരു വനത്തിന്റെ ഒരു അങ്ങേ തലയ്ക്കാണ്. അവിടെ ഞാൻ വടക്കനാട് എന്നുള്ള സ്ഥലത്താണ്. അവിടെ കുറച്ചാൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പരസ്യം കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇതൊരു ചാൻസ് ആയിരിക്കും, നമുക്ക് 1 വർഷം കൂടി ഇവിടെ നിൽക്കുകയും ചെയ്യണല്ലോ. അപ്പൊ ഹിന്ദി പഠിപ്പിക്കാന്ന് ഓർത്ത് ഞാൻ ആ ഹിന്ദി പോസ്റ്റിന് വേണ്ടി, ഹിന്ദി ടീച്ചർ ആകുമ്പോഴേ പോസ്റ്റിന് വേണ്ടി അങ്ങനെ അപേക്ഷിച്ച സമയത്ത് മറുപടി വന്നത് ഇങ്ങനെയാണ്, അവിടെ ഇപ്പൊ മിഷൻ ഫീൽഡ് ബന്ധു എഴുതിയിരിക്കുകയാണ്. സുവിശേഷ വിരോധത്തിൽ കയറി രാത്രി കയറി ആക്രമിച്ചു, അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അവരെല്ലാം ഇട്ടേച്ചു പോയി. അവിടെ ഇങ്ങനെ അടഞ്ഞു കിടക്കണം. സഭയുണ്ട്, നല്ലൊരു സഭയുണ്ട്. അവിടുത്തെ നാട്ടുകാർ കൂടി വരുന്ന സഭയാണ്, അവിടുത്തെ ആദിവാസികൾ കൂടി വരുന്ന സഭയാണ്. അവിടെ ചാർജ് എടുക്കാമെങ്കിൽ പോരാം, ബൈക്ക് ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ പിള്ളേർ വരുവാണെങ്കിൽ പഠിപ്പിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലെന്ന്. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്റെ കൂടെ പ്രവർത്തിക്കാൻ ഒരു സഹോദരനെ കൂടെ വിട്ടു. അദ്ദേഹം കണ്ടാൽ നല്ല എടുപ്പമുള്ള ഒരു സഹോദരനാണ്. കണ്ട ഒരു ഭീകരനെ പോലെ തോന്നുന്നു, താടിയൊക്കെ വെച്ചാണ്. ഒരു ഹിന്ദിക്കാരന്റെ സകല ലുക്കുണ്ട്, പഞ്ചാബിയുടെ ലുക്കുണ്ട്, പേരും ഏകദേശം അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹവും ഞാനുമായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചു വന്നപ്പം സഭ നന്നാകാൻ തുടങ്ങി. ഉടനെ പുള്ളിക്ക് സ്ഥലമാറ്റം കൊടുത്തു, എന്നെ അവിടെ തന്നെയാക്കി. ഞങ്ങൾ അവിടെ കുടുംബമായിട്ട് പ്രവർത്തിച്ചു വരുമ്പോഴത്തേക്ക് വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒരു സഹോദരൻ ബൈബിൾ ക്ലാസ് പഠിക്കാൻ വന്നു. പഠിക്കുന്നത് മലയാളിയാണ്, വടക്കേ ഇന്ത്യയിൽ ജോലി ചെയ്ത ആളാണ്. അവിടെ വന്നു. പിന്നീട് 10-12 സഹോദരന്മാർ വന്നു. ഇങ്ങനെ അവിടെ ക്ലാസ് തുടങ്ങി നന്നായിട്ട് പോയി. പിന്നീട് ഇങ്ങനെ ദൈവം ഓരോരോ കാര്യങ്ങള്. അപ്പൊ സഹോദരിയുടെ അനിയത്തിയുടെ ചെറുതിന്റെ മകളുടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പ്രലോഭനങ്ങൾ കൂടി വരികയാണ്, കേരളം വിടാതിരിക്കാൻ. അവിടെ നല്ല സ്റ്റുഡൻസ്, നല്ല സഭ കാര്യങ്ങളെല്ലാം. അപ്പോഴത്തേക്കും പക്ഷെ ദൈവം ഒരു കാര്യം എന്നെ ഓർപ്പിച്ചു, മര്യാദക്ക് അല്ലെങ്കിൽ ചൂണ്ടയിട്ട് പിടിക്കും എന്നൊരു പ്രസംഗത്തിൽ ഒരു ദൈവദാസനിൽ നിന്ന് കേട്ടാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവം എന്നെ ചൂണ്ടയിടുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലായി. ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്ന സഭയില് സഭയുടെ ഹെഡുമായിട്ട് പ്രശ്നം. അവർക്കെന്തോ സംശയം തോന്നി, ഞാൻ ഈ ബൈബിൾ സ്കൂൾ അഡാപ്റ്റ് ചെയ്യുന്നു എന്തൊക്കെ തോന്നി. അവരെന്നോട് പറഞ്ഞു വേറൊരു സഭയിലേക്ക് മാറ്റുന്നു. ഞാൻ പറഞ്ഞു മാറാം, ഇവിടെ ഒന്ന് പഠിപ്പിക്കാൻ മതി. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ആ സഭയിൽ ചെന്നപ്പോഴത്തേക്ക് ആ സഭയിൽ ഇതുപോലെ 2 മാസത്തിന് മുമ്പ് പാസ്റ്ററെ അടിച്ച്, മിഷണറിമാരെ സഹോദരിമാരെ അടിച്ച് ആ സഭ ഏകദേശം കൂട്ടാറായിരിക്കാം. അവിടെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ പ്രശ്നമായിരുന്നു. പിന്നെ സഭയെല്ലാം കൂടി അതിനുള്ള പല പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തു. സഭയെല്ലാം കൂടി വന്നു. അവിടെ നിന്ന് ഇവരാണ് തമിഴ്ക്കാരാണ് കൂടുതൽ. ഭയങ്കര വിശ്വാസം, ഭയങ്കര സ്വോത്രരാജ്യം, ഭയങ്കര ദശാംശം. അപ്പൊ എന്നോട് അവിടെ ചാർജ് എടുത്തപ്പോഴത്തേക്കും
അതിന് മുമ്പ് ഇരുന്ന പാസ്റ്റർ പറഞ്ഞു, ഈ കിട്ടുന്ന വരുമാനം എല്ലാം ഒന്നും എഴുതരുത്, ഞങ്ങൾ ഇതിന്റെ പകുതി പോലും എഴുതിയല്ല. കാരണം നിങ്ങളുടെ ഹെഡിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തേക്കാൾ കൂടുതലാണ്, അപ്പോൾ നമ്മുടെ ശമ്പളം കുറഞ്ഞു പോകുന്നത്. ഞാൻ ഏതൊക്കെയാലും ഞാൻ കുറച്ചു നാളൊക്കെ അങ്ങനെ നോക്കി. പക്ഷെ വരുമാനം ഇത്ര അധികം വരുമാനമാണ്. ഒരാള് 500 രൂപയൊക്കെയാണ് സ്വന്തമായിട്ട് ആഴ്ചയിൽ. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ദൈവസന്നിധി കാണിക്കുന്ന തെറ്റാണ്. ഞാൻ കൃത്യമായിട്ട് പൈസ എഴുതാൻ തുടങ്ങി. അപ്പം പക്ഷെ എന്റെ പൈസ കട്ടൊന്നും ചെയ്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഇവർക്കൊരു പ്ലാൻ, ഈ ഹെഡിനൊരു പ്ലാൻ, ബീഹാറിൽ ഒരു ട്രെയിനിങ് സെന്റർ തുടങ്ങണം. അങ്ങനെ അവര് എന്നെ ബീഹാറിലേക്ക് മാറ്റി. ബീഹാറിൽ നിന്ന് അവരുടെ ഒത്തിരി മിഷണറിമാരുണ്ട്, 13 മിഷണറിമാരുണ്ട്. എന്നെ ഇങ്ങോട്ട് മാറ്റി ഞാൻ ഇവിടെ വന്നൊരു ട്രെയിനിങ് സെന്റർ തുടങ്ങാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഹിന്ദിയിൽ എനിക്ക് ദൈവം ഹിന്ദിയിലാണ് എനിക്ക് ശുശ്രൂഷിക്കാൻ അവസരം തന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. ഞങ്ങള് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഗ്രാജുവേഷന്റെ സമയത്ത് മലയാളികളാണല്ലോ ഒന്ന് പ്രസംഗിക്കുന്നത്. അന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആള് വന്നില്ല, അവർക്ക് വരാൻ പറ്റാത്ത എന്തോ സാഹചര്യം. ആ സമയത്താണ്, യോഗത്തിന്റെ സമയത്താണ് ഇവർ അറിയിക്കുന്നത് വരാൻ പറ്റിയത്. അപ്പൊ എന്നോട് ചോദിച്ചു ട്രാൻസ്ലേറ്റ്, എന്നോട് ചോദിക്കാനല്ലേ പറഞ്ഞു എന്നോട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഞാൻ ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്തു. മലയാളത്തിലാണ് ഞാൻ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്, ഹിന്ദിയിൽ ക്ലാസ് ഒക്കെ എടുക്കുന്നതുകൊണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. എല്ലാവരും ഇവിടെ നേരത്തെ തൊട്ടുള്ള പഠിക്കുന്ന അല്ല പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്, മലയാളികൾ എല്ലാവരും വളരെ സന്തോഷമായിട്ട് ചോദിക്കാൻ തക്കണം ഇവിടെ അയച്ചു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ ശേഷം ആ ബാച്ച് കഴിഞ്ഞു. പുതിയ ബാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ സമയത്ത് ഒരു സഹോദരൻ കേരളത്തിൽ നിന്ന് വന്നു. ഒരു സഹോദരൻ അവിടെ പഠിച്ച ഒരു സഹോദരനെ അവിടെ ആക്കി. അങ്ങനെ ഇവർ രണ്ടും കൊണ്ട് വേലയ്ക്ക് കടന്നുപോയി. ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. കൽക്കട്ടയിൽ നിന്ന് ക്രിസ്ത്യാനികളുടെ എന്തോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അവർക്ക് മറുപടി പറയാൻ പറ്റാമെന്ന് ഇവരെ കണ്ട് ഇവരോട് ചോദ്യം ചോദിച്ചു. അപ്പൊ ഇവർ ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഹിന്ദി അറിയത്തില്ലോ ശരിക്കും. അപ്പൊ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും? ഈ ആദ്യമായിട്ട് വന്ന സഹോദരൻ പറഞ്ഞു, ഞങ്ങളുടെ സാറുണ്ടെന്ന്. ശരി, എന്നാ സാറിനെ വിളിച്ചോണ്ടിരുന്നു, വൈകുന്നേരം ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു മീറ്റിംഗ് നടത്താം. അങ്ങനെ ഇവര് മീറ്റിംഗ് നടത്താൻ സമ്മതിച്ചു. ഞാനന്ന് ഈ ടൗണിൽ നിന്ന് ഗ്രാമത്തിലേക്ക് മാറി നിൽക്കുകയാണ്. മാറി താമസിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ വന്ന് പഠിപ്പിക്കും, ഗ്രാമത്തിൽ താമസിക്കും. കാരണം അന്നേരം പ്രവർത്തനം നന്നാകുമെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പോ ഈ സഹോദരന്മാർ വാക്ക് കൊടുത്തു. അവര് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലെ ഹെഡിനോട് പറഞ്ഞു പറ്റിയല്ല, രാത്രിക്കാണ് ഗ്രാമത്തിൽ പോകാൻ പറ്റിയല്ല. അവർ മറ്റു സ്കൂളിലെ ടീച്ചേഴ്സിന്റെ കുളിച്ച് ചോദിച്ചു. അവർ പറഞ്ഞു, ഒരു കാരണവശാലും രാത്രിക്ക് പോകരുത്. എന്നോട് ഒന്ന് പറഞ്ഞു, ഞാൻ വരാൻ. അങ്ങനെ പോയി. പക്ഷെ മറ്റേ ഫാസ്റ്ററും വന്നു. ഞങ്ങളെല്ലാവരും കൊണ്ട് ആദ്യം ഞങ്ങൾ അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് വരാൻ പേടിയാണ്. എന്നാൽ അവർ പറഞ്ഞു, ഞങ്ങൾ വന്ന് നിങ്ങളെ കൊണ്ടുപോയിക്കോളാം, തിരിച്ച് നിങ്ങളെ വീട്ടിൽ ഞങ്ങൾ കൊണ്ടാക്കാം. അപ്പൊ ഞങ്ങൾക്ക് സന്തോഷമായി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, വേണ്ട, അങ്ങോട്ട് ഞങ്ങൾ തന്നെ വന്നോളാം, ഇങ്ങോട്ട് കൊണ്ടുവിട്ടാൽ മതി. കാരണം അന്ന് ബീഹാറിൽ ബോംബും തോക്കും നിരന്തരം ചലിക്കുന്ന സമയമാണ്. രാത്രി ആയി കഴിഞ്ഞാൽ ആരും പുറത്തിറങ്ങുന്ന സമയമല്ല. അപ്പൊ അങ്ങനെ അവിടെ പ്രസംഗിച്ചപ്പോൾ ഞാൻ ദൈവവചനം എന്താണെന്നും ഞങ്ങൾ ദൈവവചനത്തെ അടിസ്ഥാനമാക്കിയാണ് സംസാരിക്കുന്നതും എന്നും പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചു. അപ്പൊ ഈ സഹോദരന്മാർ ചെന്ന് ഈ സംശയം ചോദിച്ച ആളോട് പറഞ്ഞു, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും, അതുകൊണ്ട് പ്രസംഗം ആരംഭിക്കാന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പ്രസംഗം കഴിഞ്ഞിട്ട് ചോദിക്കാന്ന് പറഞ്ഞു. ഏതൊക്കെയാലും പ്രസംഗം കഴിഞ്ഞു, സംശയം ചോദിച്ചില്ല. പിന്നെ ഈ സഹോദരന്മാർ ചെന്ന് പറഞ്ഞു വേണ്ട, സംശയങ്ങളൊക്കെ തീർന്നു പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നപ്പോൾ ആ മീറ്റിംഗ് സംഘടിപ്പിച്ച ഒരാൾക്ക് അവരുടെ വീട്ടിൽ കല്യാണം ഉണ്ടായി, മരണം ഉണ്ടായി. അതേസമയം മീറ്റിങ്ങിന് വരാൻ പറ്റില്ല. അപ്പം ഒന്ന് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു പ്രസംഗം എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങളെ കൊണ്ടാക്കാൻ പറ്റുന്ന സമയത്താണ്. അപ്പൊ പറഞ്ഞു, നല്ല ഒന്നാം തരം ഹിന്ദിയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ഹിന്ദി അത്ര മോശമല്ല എന്ന് മനസ്സിലായി. വാസ്തവത്തില് സഹോദരന്മാരിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. സഹോദരന്മാർ അറിഞ്ഞവരെല്ലാം പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഒരു ഗ്രാമത്തിൽ ആദ്യമായിട്ട് മീറ്റിംഗ് നടത്താൻ പോവുകയാണ്, പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചതിന്റെ ഫലവും ഒക്കെ ആയിട്ട് ദൈവം ഉപയോഗിച്ചാണ് എന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. അങ്ങനെ അവിടെ പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് എന്നെ യു.പിയിലേക്ക് മാറ്റി. അവിടെ സെന്റർ ബൈബിൾ ക്ലാസ് ട്രെയിനിങ് സെന്ററിലേക്ക് 2 പ്രാവശ്യം നടന്നു. അതിന് ശേഷം യു.പിയിലേക്ക് മാറ്റി ഇരിക്കുന്ന സമയത്ത് പിന്നെ എന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ യു.പിയിൽ തന്നെ തുടരുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് വലിയ ഒരു ശോകമായ ഇതുണ്ടായി. എൻ്റെ പിതാവ് മരിച്ചു. പക്ഷെ എന്നെ അത് അറിയിക്കുന്നത് ഫോണൊക്കെ വിളിച്ചാൽ കിട്ടുന്ന സമയമാണ്. ബീഹാറിൽ കിട്ടും. യു.പിയിലേക്ക് വന്ന് പറയുന്ന മിഷണർമാരൊക്കെ ഉണ്ട്. എൻ്റെ പിതാവ് മരിച്ചപ്പോഴത്തേക്ക് എന്നെ ഒരു സാധാരണ ലെറ്റർ ഇട്ടാണ് എന്നെ അറിയിച്ചത്. അതെനിക്ക് ഭയങ്കര ഷോക്കായി. ഞാൻ അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും
നാട്ടുകാരും വീട്ടുകാരും എല്ലാം പറയുന്നത് ഇനി ആ സ്ഥാപനത്തിൽ നിങ്ങൾ തുറക്കാൻ പറ്റില്ല. കാരണം അവർ ഫോൺ വിളിക്കാൻ ചെന്നപ്പോഴത്തേക്ക് പറയുന്നത് പുള്ളി ഞങ്ങളുടെ കൂടെ നിന്ന് വിട്ടുപോയി. അന്ന് വിട്ടുപോയിരുന്നു വാസ്തവത്തിൽ. അവിടെ തന്നെ താമസിക്കാണ്. മറ്റു സഹോദരന്മാരെല്ലാം അടുത്തുണ്ട്. ഒരാഴ്ച പോലും ആയില്ല. ഞാനൊരു കത്ത് അയച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ സ്ഥലത്ത് വിട്ടുപോയി, ഞങ്ങൾക്ക് അറിയാൻ പാടില്ല എവിടെയാണെന്ന് അറിയുന്നില്ല എന്ന്. അത് അവർക്ക് ഭയങ്കര ഷോക്കായി. ഏതായാലും ഞാൻ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് ഞാൻ ഭാര്യയും മക്കളെയും കേരളത്തിൽ മക്കളെ സ്കൂളിലും ആക്കി ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു വന്നു. ഇവിടെ കുറച്ച് നാൾ ഒരു സഭയുടെ കൂടെ പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് ഭാര്യയെ മക്കളെയും കൊണ്ടുവന്നു. പക്ഷെ അവരുമായിട്ട് ഉപദേശപരമായിട്ട് ചേർന്ന് പോരാൻ സാധിക്കാതെ വന്നുകൊണ്ട് അവർ എന്നോട് പറഞ്ഞു, ഒന്നില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ 10 വർഷം പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ മാറണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ മാറിക്കൊള്ളാം, കാരണം എനിക്ക് നിങ്ങളുടെ ഉപദേശമായിട്ട് ചേർന്ന് പോകാൻ പറ്റിയല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് ഇപ്പോൾ താമസിക്കുന്ന തറവാര എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. ഒരു റൂം എടുത്തു. ഞങ്ങൾ അങ്ങനെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഒരു RSSകാരുടെ കേന്ദ്രമായ സ്ഥലമാണ്. അവര് കുറച്ച് ഗ്രാമത്തിന്റെ, ഞങ്ങൾ സ്ഥിരം പോകുന്ന ഗ്രാമത്തിന്റെ ഒരു ലിസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്രാമത്തിൽ ഒന്നും പോകാൻ പറ്റിയെന്നത്. അങ്ങനെ കുറച്ച് നാള് വെറുതെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു തീരുമാനം എടുത്തു. സ്കൂളിൽ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു ഹിന്ദിക്കാരൻ സ്കൂളുണ്ടായിരുന്നു, അവിടെ ഭാര്യയെ പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ അവിടെ താമസിച്ചു. അങ്ങനെ പഠിക്കുമ്പോൾ എനിക്ക് ഗോസ്ബൽ ഫോർ ഏഷ്യയിൽ നിന്ന് അതുവരെ സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഒരു കത്ത് വന്നു, എന്നെ പോലെയാണ്, ഞങ്ങൾ 10 വർഷത്തേക്കാണ് സഹായിക്കാമെന്ന് തീരുമാനിക്കുന്നത്, അത് 10 വർഷം ഈ മാസം കൊണ്ട് തീരെയാണ്, അടുത്ത മാസം തൊട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞ് ഒരു കത്ത് വന്നു. കൂടുതൽ ഇച്ചിരി കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഒരു കത്ത് വന്നു. എനിക്ക് വീട്ടിൽ നിന്ന് വല്ലപ്പോഴൊക്കെ പൈസ അയച്ചു തരുമായിരുന്നു. അത് ഇന്ന കാര്യത്തിനാണ് കെട്ടുന്ന പൈസ, കാപ്പിക്കുരുവിന്റെ പൈസയാണ്. അപ്പൊ കാപ്പിക്കുരുവൊക്കെ ബോർഡ് നിർത്തി, കാപ്പിക്കുരു എടുക്കുന്ന നിർത്തി, പൈസ ഇല്ല, എന്നിട്ട് പൈസ സഹായിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ഞങ്ങൾ വളരെ വല്ലാത്തൊരവസ്ഥയിലായി. മേഴ്സി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ആ സ്കൂള് മേഴ്സി ചേർന്നിരുന്ന ഒരു 3 മാസം കഴിയുമ്പോൾ ആ സ്കൂള് കൂട്ടി. അപ്പൊ ഞങ്ങൾ പിന്നെയും ഇതായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മലയാളി വന്ന് ആ സ്കൂള് ഏറ്റ് നടത്താന്ന് പറഞ്ഞ് അവര് സ്കൂളിൽ ഏറ്റ് നടത്തി. അവരും ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അവരും സ്കൂളിലേക്ക് പോയി. അപ്പൊ ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങളായിരുന്നു ആ സ്കൂളിന്റെ പ്രവർത്തനത്തിന് എല്ലാം മുന്നോട്ട് നിന്നത്, പുതിയ ഒരാളെ കിട്ടുന്നത് വരെ നിങ്ങൾ അവിടെ നിൽക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെയായി. അവരും ആ സ്കൂളും കൂട്ടിപ്പോയി. അപ്പൊ ഞങ്ങൾക്ക് സ്കൂൾ വിട്ട് കളയാനും പറ്റിയല്ല. വിട്ട് കളഞ്ഞാൽ അവിടെ നിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് മാറിപ്പോകണം. കാരണം അഡ്മിഷൻ ഒക്കെ എടുത്തവരെല്ലാം ഞങ്ങളെ കണ്ടാണ് അഡ്മിഷൻ എടുത്തത്. അങ്ങനെ ഞങ്ങൾ ആ സ്കൂള് ഏറ്റെടുത്ത് നടത്താൻ തന്നെ തീരുമാനിച്ചു. ആ സ്കൂളും സുവിശേഷ പ്രവർത്തനവും ഹോസ്റ്റലും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ആരാധന നടത്താൻ തുടങ്ങി. ആളുകൾ കൂടി വരാൻ തുടങ്ങി. അപ്പോൾ ഒരു 19 പേരൊക്കെ ആയപ്പോഴത്തേക്ക് ആ സുവിശേഷ വിരോധികൾക്ക് അത് തീരെ സഹിച്ചില്ല. അവര് 2005 ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ആരാധന നടത്താൻ പറ്റിയെന്ന് പറഞ്ഞു. ഞങ്ങള് ഒന്നും പറഞ്ഞില്ല. ഹോസ്റ്റലും കൂടെ ഉണ്ട്. അപ്പം ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നുപോലെ നിങ്ങൾ ഇവിടെ ആരാധന നടത്താൻ പറ്റിയല്ല, ഇവിടെ പരാതി ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഞാൻ പറഞ്ഞു ആരാധന കഴിഞ്ഞിട്ട് വരാൻ പറ്റുന്നത്, അത് മതി എന്ന് പറഞ്ഞു. ആരാധന കഴിഞ്ഞ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ ഒറീസയിലെ സ്റ്റെയിൻസിനെയൊക്കെ കൊന്ന സമയമാണ്. എന്നോട് പറഞ്ഞു അതുപോലെ സംഭവങ്ങളൊന്നും എൻ്റെ ഏരിയയിൽ ഉണ്ടാകാൻ സമയം SI ആണ് പറയുന്നത്, അതുകൊണ്ട് ഇവിടെ അന്ധവിശ്വാസം ഒന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല. അങ്ങനെ സംസാരമൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് ആരാധന നടത്താൻ പറ്റിയല്ല, പരാതി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്ന് എഴുതി തരാൻ പറഞ്ഞു. പുള്ളി എഴുതി തരികയില്ല. പുള്ളി എന്നോട് ചൂടായി. ഞാനും ചൂടായി. ഞാൻ പറഞ്ഞു എഴുതി തന്നില്ലെങ്കിൽ ഞാൻ ആരാധന നടത്തുന്നു. അങ്ങനെ ആരാധിച്ചു. പിറ്റേ ആഴ്ചയിൽ അവർ ഞായറാഴ്ച ആക്രമിച്ചു. അടി ഒക്കെ ഉണ്ടായി. ഭയങ്കര പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. ആരാധന പക്ഷെ നിർത്താൻ പറ്റിയില്ല. ആരാധന സ്വന്തമായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് പല രോഗികൾ സൗഖ്യമായി. ഞാൻ എൻ്റെ ഇടയ്ക്ക് ഉദയപൂർകാരെ നടക്കുന്ന നവാപൂർ നടക്കുന്ന കൺവെൻഷനിൽ കടന്നുപോയി. അവിടെ നിന്ന് ഒരു പ്രവചന ശുശ്രൂഷയുള്ള ദേവദാസൻ എന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് പോയി ധൈര്യമായിട്ട് പ്രവർത്തിക്കാൻ പറഞ്ഞു. മനസ്സ് മടുത്ത് പറഞ്ഞു വിട്ടു. ഞാൻ അങ്ങനെ ആദ്യമായിട്ട് കൺവെൻഷന് പോകുന്നതാണ്, ആദ്യമായിട്ട് കാണുന്നതാണ്. അങ്ങനെ ഞാൻ ഇവിടെ തിരിച്ചു വന്നു. പ്രവർത്തനം പിന്നെയും വളരെ ശക്തമാക്കി. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ അടി കഴിഞ്ഞതിന്റെ ആഴ്ച ഒരു സഹോദരി വിളിച്ചു. അന്ന് ഫോണൊന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു, ലാൻഡ് ഫോൺ ആയിരുന്നു, ഫോണൊന്നും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഞാനൊരു മൊബൈൽ ഫോൺ മേടിച്ചു, ചെറിയൊരു മൊബൈൽ ഫോൺ മേടിച്ചു. അതിൽ കൂടെ ഇങ്ങനെ ഒരു സഹോദരി വിളിച്ചു പറഞ്ഞു എന്നെ പോലെ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞങ്ങൾ സംശയിച്ചു. ആദ്യം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. നമ്മൾ അളവാണോ അഭ്യാസമാണോന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചു. ഏതൊക്കെയാണ് ഞങ്ങൾ രാവിലെ ചെന്നപ്പോഴത്തേക്കും മറ്റൊരു ഗ്രാമത്തിലെ ഒരു സഹോദരന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹത്തിന് ഭയങ്കര രോഗമാണ്, രക്തം ഉണ്ടാകാത്ത ഒരു അസുഖമാണ്, മരിക്കാറായി കിടക്കുകയാണ്, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് ചെന്നു. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. ദൈവം സൗഖ്യം കൊടുത്തു. അദ്ദേഹം സ്നാനപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ സാക്ഷ്യ നിമിത്തം ഒത്തിരി ആളുകൾ സഭയിൽ കൂടി വന്നു. വളരെ അത്ഭുതകരമായിട്ട് ദൈവം ഞങ്ങള് ഉപയോഗിച്ചു പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങള് വളരെ ശക്തമായിട്ട് സ്കൂളും
നടക്കുന്നു, ഹോസ്റ്റലിൽ നടക്കുന്നു. ഞാൻ സ്കൂളിലും ഹോസ്റ്റലിലും അങ്ങനെ അധികം പ്രവർത്തിക്കുന്നില്ല. മറ്റ് സഹോദരന്മാരെ സാറന്മാരൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രശ്നവും അവര് ഉണ്ടാക്കിയത്, അതുവരെ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഒരു മുസ്ലിമിന്റെ കെട്ടിടത്തിലായിരുന്നു. അപ്പൊ അദ്ദേഹം വയസ്സായി, അദ്ദേഹം വളരെ സഹായിയായിരുന്നു. വളരെ വയസ്സായി, അദ്ദേഹത്തിന്റെ മക്കള് വീട് വിട്ടു തരണം എന്ന് അവർ കട നടത്താൻ, ഞങ്ങൾ മാർക്കറ്റിന്റെ സെന്ററിലാണ്, അപ്പൊ അവർക്ക് കട നടത്താൻ വീട് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട് വിട്ടുകൊടുക്കേണ്ടി വന്നു. ആ സമയത്ത് നമ്മുടെ കൊറോണയായി കുറച്ച് നാൾ ആരാധന ഇല്ലാതെയായി. അന്ന് ഞങ്ങൾ ഓൺലൈനിൽ ആരാധന തുടങ്ങി. ആരാധന തുടർച്ചയായിരുന്നു. പിന്നെ കൊറോണ മാറിയപ്പോഴത്തേക്ക് ആളുകൾ ഒത്തിരി വിളിക്കാൻ തുടങ്ങി, ഒത്തിരി പേര് വരാൻ തുടങ്ങി. അപ്പൊ ഇരിക്കാൻ സ്ഥലമില്ല. കൊറോണ സമയത്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് വേണമല്ലോ ചെയ്യാൻ, അതിനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് ഞങ്ങള് ഒരു മാരേജ് ഹാള് വാടകയ്ക്കെടുത്ത് ആരാധന തുടങ്ങി. 2-3 മാസം അവിടെ ആരാധിച്ചു. അപ്പൊ ഈ ഇവിടുത്തെ ഒരു ഉത്സവത്തിന്റെ സമയത്ത് ഒരു ഞായറാഴ്ചയായിരുന്നു അന്ന്. ഒത്തിരി ആളുകൾ ഇങ്ങനെ മാരേജ് ഹാളിൽ കൂടിയിരിക്കുന്നത് കണ്ട് അവർക്ക് മനസ്സിലായി പെന്തക്കോസ്തുകാരുടെ ക്രിസ്ത്യാനികളുടെ ആരാധനയാണെന്ന് മനസ്സിലായി. അവർ അന്ന് തന്നെ അത് നിർത്തണമെന്ന് ആഗ്രഹിച്ചു. അവര് പിറ്റേ ആഴ്ചയിൽ ഞങ്ങൾ ആരാധിക്കുന്ന സമയത്ത് ഞങ്ങൾ ചെല്ലുന്നു. മാരേജ് ഹാളിലായിരുന്നുകൊണ്ട് അവര് കൂടുതൽ പേര് അവരാണ് കയറി വന്നത്. അങ്ങനെ കയറി വന്നു. ആരാധന പാട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് അവര് ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി പ്രശ്നം മോശമാണെന്ന് മനസ്സിലായി. ഉടനെ ഈ മീഡിയ വന്നു. അവര് ഞങ്ങളോട് പുറത്തേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ആരാധനയ്ക്ക് ശേഷം പുറത്ത് വരണമെന്ന് പറഞ്ഞു. ഉടനെ അവരകത്ത് കയറി പ്രശ്നങ്ങളായി. മയക്കെടുത്ത് അവർ പ്രസംഗിക്കാൻ തുടങ്ങി. വിശ്വാസികളും ഒത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അവരവസാനം നാണം കെട്ടുപോയി. പക്ഷെ അവര് പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ പോലീസിനെ വിളിക്കുകയല്ല, ഞങ്ങൾക്ക് പോലീസിന്റെ ആവശ്യമില്ല, ഞങ്ങള് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്, പോലീസിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ അവര് പോലീസിനെ വിളിച്ചു. മാരേജ് ഹാളിന്റെ പോലീസിനെ വിളിച്ചു. പോലീസ് കടന്നു വന്നു. ഞങ്ങളെ രണ്ടുപേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ നേരത്ത് മൈക്കും സെറ്റും ഞങ്ങളുടെ പിള്ളേരെല്ലാം പഠിത്തമെല്ലാം കഴിഞ്ഞു വന്ന് ഞങ്ങൾ വലിയ വലിയ ആർഭാടമായ രീതിയിലാണ് ആരാധന നടത്തുന്നത്. മൈക്ക് സെറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്, ഡ്രം സെറ്റും ഓർഗനൊക്കെ വെച്ചാണ് നടത്തുന്നത്. അപ്പൊ ഇവന്മാര് ഇത് തല്ലി താർക്കുന്ന ഒരു ധാരണ വന്നു. എന്നിട്ട് ഇവന്മാരോട് പറഞ്ഞു, മോനോട് പറഞ്ഞു അവനോട് കൂടെ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. അന്നേരം ഇവൻ വന്നു പോലീസ് SIയോട് പറഞ്ഞു, ഇന്നുപോലെ ഒത്തിരി സാധനങ്ങളുണ്ട്, അത് ഇവര് നശിപ്പിക്കാതെ നഷ്ടപ്പെട്ടു പോകാതെ എന്റെ ഉത്തരവാദിത്തമാണ്, ലക്ഷങ്ങളുടെ സാധനമുണ്ട്, അതുകൊണ്ട് ഞാൻ വരികയായിരുന്നു. അപ്പൊ പോലീസുകാരൻ ചോദിച്ചു ആരാ നിന്നോട് വരാൻ പറഞ്ഞത്? പറഞ്ഞു ഇവരാ പറഞ്ഞു. അപ്പൊ അവരോട് പറഞ്ഞു ഞങ്ങൾ പ്രശാസനം വന്നിട്ടുണ്ട്, പോലീസുകാർ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഭരണമൊന്നും നടക്കുകയില്ല, നിങ്ങൾ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു 2-3 മണിക്കൂർ അവിടെ ഇരുത്തി സംസാരിച്ചു. അവരുടെ ആൾക്കാരാണ് അകത്ത് നേരത്തെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ നിന്നാണ് സംസാരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മരിഹോളുള്ള വിശ്വാസികൾ ആരും വിട്ടുപോയിട്ടില്ല, അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ കുറച്ച് പേര് പറഞ്ഞു നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്യാം, നമ്മുടെ സാറിനെ മഠത്തിനെ അങ്ങനെ ഇട്ടുണ്ടെന്ന് ശരിയല്ല, നമുക്ക് ചെല്ലാന്ന് പറഞ്ഞു. മോൻ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഉടനെ അവിടെ ഒരു സഹോദരി പോലീസ് സ്റ്റേഷനിൽ അടിച്ചു വരയ്ക്കുകയും ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് സഹായിക്കാൻ പോകുന്ന സഹോദരിയാണ്, വിശ്വാസിയാണ്. അവര് ഇപ്പോഴും ഞങ്ങളുടെ അടുത്ത് ആരാധനയ്ക്ക് വരുന്നുണ്ട്. ഓൺലൈനിലാണ് ആരാധന എങ്കിലും അവര് ഇന്ന് ഞങ്ങളുടെ അടുത്ത് ആരാധനയ്ക്ക് ഇപ്പോഴും വരുന്നുണ്ട്. അവര് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. അവരുടെ പോലീസുകാർ പറഞ്ഞു, SI പറഞ്ഞു വേണ്ട, ആരും ഇങ്ങോട്ട് വരണ്ട. അപ്പം ഈ സഹോദരി ഒരു പോലീസുകാരനെ ആഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരാം. അദ്ദേഹം പുറത്ത് വരും. അപ്പൊ പുറത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് പോലീസുകാരനോട് ആ സഹോദരി പറഞ്ഞു അവിടെ മാരേജ് ഹാളിൽ 100-300 പേര് ഒരുങ്ങിയിരിക്കുകയാണ്, പെട്ടെന്ന് ഇവരെ അവിടെ കൊണ്ടാക്ക്, അല്ലെങ്കിൽ അവരെല്ലാം ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞു. ഉടനെ ഈ പോലീസുകാരൻ SIയോട് വിളിച്ചു പറഞ്ഞു, ഉച്ചത്തിലാണ് വിളിച്ചു പറയുന്നത്, ഈ മാഡത്തിനും സാറിനും അനുകൂലമായിട്ടും ഇവിടെ ഒത്തിരി ആളുകളുണ്ട്, ഇവർക്ക് മാത്രമായിട്ടല്ല അനുകൂലമായിട്ടുള്ള ആൾക്കാരുണ്ട്. ഉടനെ SIയുടെ രൂപമൊക്കെ മാറി. അതുപോലെ ഞങ്ങളോട് ക്രൂരമായി സംസാരിച്ചിട്ടുന്ന ആള് ചാടി ഇറങ്ങി ലാത്തിയായിട്ട് ചാടി പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞു ഒറ്റെണ്ണം കോമ്പൗണ്ടിൽ കണ്ടൂർ എല്ലാം പോകാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ കേസ് തരാൻ വന്നതാണ്, കേസ് തരാൻ 2 പേര് ഇവിടെ നിന്നാൽ മതി, കേസ് തരാൻ എത്ര സമയത്ത് നിങ്ങൾ കേസ് തന്നില്ലല്ലോ, 2 പേര് നിന്നാൽ മതി, ബാക്കി എല്ലാവരും പോകാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഫയർ ചെയ്യുന്നത്. അപ്പം അവരെല്ലാം പോയി. അപ്പൊ ഞങ്ങളോട് പിന്നെ പിള്ളേർ വളരെ ലോഹ്യമായിട്ട് സംസാരിച്ചു. പറഞ്ഞു ഞങ്ങൾക്ക് അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ ഇവിടുത്തെ സ്ഥിതി ഇതാണ്, ഇനി നിങ്ങൾ ആരാധന ചർച്ചിലല്ലാതെ നിങ്ങൾക്ക് ആരാധന നടത്താൻ പറ്റില്ല. ചർച്ചിൽ ആരാധന നടത്തിയാൽ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും. ചർച്ചിന്റെ പുറത്ത് നിങ്ങൾ ഇതുപോലെ പൊതുപരിപാടി നടത്തിയാൽ നിങ്ങൾ അതിന് പെർമിഷൻ എടുക്കണം, SPയുടെ അടുത്ത് പെർമിഷൻ എടുത്തില്ലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു അതിന് എവിടെ നിയമം, ആരാധിക്കാൻ എവിടെയാണ് നിയമം പെർമിഷൻ എടുക്കുന്നത്? അന്നേരം പറയുന്നത് ലോ ആൻഡ് ഓർഡർ SP പറയും പോലെയാണ് നടക്കുന്നത്, നിയമത്തിലൊന്നും എഴുതിയിട്ടൊന്നുമില്ല, നിങ്ങൾ ഈ നിയമങ്ങളിലൊന്നും ചെന്നാലൊന്നും കാര്യങ്ങളൊന്നും നടക്കുകയില്ല, അത് ലോ ആൻഡ് ഓർഡർ പാലിക്കേണ്ട ഞങ്ങളാണ്, പോലീസുകാരാണ്. അതുകൊണ്ട് നിങ്ങൾക്കെതിരായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഇനിയും ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ആരാധനാലയം
ഉണ്ടാക്കി ഞങ്ങൾ സംരക്ഷണം ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ സാറേ അതൊക്കെ വെറുതെയാണ്. ഒരു 100 കണക്കിന് വീഡിയോ ഞാൻ സാറിന് ഇപ്പൊ കാണിക്കാം, എന്റെ മൊബൈലിന്റെ അകത്ത്. ഈ ചർച്ച അടിച്ചു പൊളിക്കാൻ വേണ്ടിയാണ് ഇവർ ചർച്ച പണിയാൻ പറ്റുന്നത്. ഇത് വല്ലവന്റെ ഗട്ടർ ആയതുകൊണ്ട് ഗട്ടർ അടിച്ചു പൊളിക്കാൻ പറ്റില്ല. ഞങ്ങൾ ചർച്ച കിട്ടിയാൽ അന്നേരം ഇവർ അടിച്ചു പൊളിക്കും. അപ്പൊ ഞാൻ വീഡിയോ കാണിക്കാൻ പറഞ്ഞ പുള്ളി പറഞ്ഞു, വീഡിയോ ഒന്നും കാണിക്കണ്ട, ഞങ്ങൾ ടി വിയിലൊക്കെ കാണുന്നുണ്ട്, ഞങ്ങളുടെ മൊബൈലിൽ ഇതൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ഒന്നും കാണിക്കണ്ട, എല്ലാം ഞങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾക്കും അറിയാമല്ലോ, കാര്യം ഇതാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് ഇവിടെ ശാന്തി നടക്കുന്നത്, നിങ്ങൾ സ്പീഡ് പോയി ഓർഡർ മേടിച്ചിട്ട് വന്ന് ഞങ്ങൾ സമ്മതിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ ആരാധനയ്ക്ക് കൂട്ടു നിൽക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അതിപ്പോ കിട്ടിയാലും സാറിന് തന്നെ അറിയാമല്ലോ, കാരണം ഇവിടുത്തെ SP ആണെന്ന് സാറിന് അറിയാം. ഞങ്ങളുടെ ക്രിസ്ത്യാനികളൊന്നും അല്ലോ, അപ്പോൾ രാജ്യത്തിന് നിയമമല്ലേ, അലിഖിതമാണെങ്കിൽ നിയമമല്ലേ, അപ്പൊ അത് കിട്ടിയാലും സാറിന് അറിയാം. ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരാധിക്കരുതെന്നാണ് സാറ് പറയുന്നത്. പറഞ്ഞു അത് തന്നെയാണ് ഞാൻ പറയുന്നത്, SPയുടെ ഓർഡർ ഇല്ലാതെ പറ്റിയാണ്. അങ്ങനെ അന്ന് തൊട്ട് മെയ് 21 2021 ഞങ്ങളുടെ ആരാധന നിർത്തിയതാണ്. ഓൺലൈനിൽ ആരാധനയുണ്ട്. എല്ലാ ദിവസവും ഞാൻ അരമണിക്കൂർ ദൈവദിനം പഠിപ്പിക്കുന്നുണ്ട്. ഏക്ക് സട്ടി ബൈബിൾ അധ്യായം എന്ന് പറഞ്ഞത് തുറന്നിട്ടുണ്ട്. വിശ്വാസികളെ ഒന്ന് പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ 10-20 മൊബൈൽ ഞങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് വരാറുണ്ട്. ക്രിസ്മസിന്റെ സമയങ്ങളിൽ അതുപോലുള്ള വിശേഷ സമയങ്ങളിൽ ഞങ്ങൾ ഭയങ്കര കൺവെൻഷൻ പോലെയാണ് ഗ്രാമങ്ങളിൽ അവരെ ഒരുക്കുന്നത്. ഗ്രാമങ്ങളിൽ പോയി പ്രശ്നങ്ങളൊന്നും ആരും ഉണ്ടാക്കിയല്ല, ആരാധനയ്ക്ക് മാത്രമാണ് നമുക്ക് പ്രശ്നങ്ങൾ. ഹൗസ് ചർച്ചുകൾ നടക്കുന്നുണ്ട്, പക്ഷെ ഞായറാഴ്ച ആരാധനയില്ല. അതുപോലെ തന്നെ സ്കൂള് ഞങ്ങളിപ്പോൾ വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, എനിക്ക് തന്നെ വണ്ടി ഓടിക്കാൻ പറ്റിയല്ല. ഞാനിത് വണ്ടിയൊക്കെ ഓടിച്ച് പോകുമായിരുന്നു. ഇപ്പൊ മോനില്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. കൂടുതൽ ഒരാളെ നിർത്താൻ സാമ്പത്തിക സ്ഥിതിയില്ലാതെ തന്നെ ആളെ നിർത്താനും പറ്റിയല്ല. എങ്ങനെയുള്ള ഒരാളുടെ കൂടെ നിൽക്കുന്ന പറ്റിയല്ല. നേരത്തെ ആളെ നിർത്തിയിട്ടുള്ള അപ്പൊ എനിക്ക് അനുഭവം ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഈ സ്കൂള് ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ കുടുംബമായിട്ട്, മക്കളെല്ലാം സുശേഷബലിൽ വളരെ താല്പര്യമുള്ളവരാണ്, ഞങ്ങൾക്ക് കുടുംബമായിട്ട് പൂർണ്ണ സമയം സുശേഷബല ചെയ്യണമെന്നും സ്കൂള് നടത്താൻ മാത്രം ആരെങ്കിലും ലഭിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. സ്ഥലം മേടിച്ച് ചർച്ച് ബിൽഡിംഗ് പണിയാതെ ഞായറാഴ്ച ചർച്ച് ഇനി നടക്കുകയില്ല. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം വലിയ കോടികളുടെ ആസ്തി വരുന്നതായ കാര്യങ്ങളാണ്. അതൊക്കെ ദൈവം നടത്തുമെന്ന പൂർണ്ണമായ വിശ്വാസമുണ്ട്. എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ അത്യാവശ്യം എന്ന് പറയുന്നത് സുശേഷ പ്രവർത്തനം കുറച്ചുകൂടി കുടുംബമായിട്ട് ചെയ്യേണ്ടതുണ്ട് എന്നൊരു ദൈവിക വെളിപ്പാട് ലഭിക്കുന്നുണ്ട്. അത് സാഹചര്യം എങ്ങനെ ആയതുകൊണ്ട് സ്കൂൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് സുശേഷ വേല പൂർണ്ണമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നിതാണ്. സുവിശേഷ വേലയിൽ ഇതുപോലെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. കർത്താവ് പറഞ്ഞല്ലോ, കർത്താവ് ഉപമ പഠിപ്പിച്ചപ്പോൾ ഗോതമ്പിന്റെ കൂടെ ശത്രു കള വിതയ്ക്കും. ആ ഗോതമ്പ് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ ഈ കളയെന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നത് അത് നക്കലി അല്ലെങ്കിൽ ഗോതമ്പ് പോലെ തന്നെ ഇരിക്കുന്ന ഗോതമ്പിന്റെ വിത്താണ്, കളയല്ലത്, സാധാരണ കളയല്ല. കർത്താവ് പറഞ്ഞത് പറിച്ചു കളഞ്ഞാൽ എന്ത് ചെയ്യും? നല്ല ഗോതമ്പ് കൂടി നഷ്ടമാകും. അതുകൊണ്ട് പറിക്കണ്ട, അവസാനം വരെ എന്ത് ചെയ്യട്ടെ? വളരട്ടെ. കൊയ്ത്ത് സമയത്ത് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകും. അത് ഓർത്തിരിക്കുക. മറ്റൊന്ന്, എന്നോട് ദൈവം സംസാരിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ കൺവെൻഷനിലോ പ്രാർത്ഥനയിലോ ഒന്നുമല്ല, ഒരു ട്രെയിനിങ് സെന്ററിൽ വെച്ച്, ഒരു സെക്കുലർ ട്രെയിനിങ് സെന്ററിൽ വെച്ച് ദൈവം എന്നോട് സംസാരിച്ചത് എന്താണ്? നീ വിശ്വസിക്കുന്നത് പ്രസംഗിക്കുക. പ്രതികൂലങ്ങളില്ലെന്നല്ല, പ്രയാസങ്ങളില്ലെന്നല്ല, വിശ്വസിക്കുന്നത് പ്രസംഗിക്കുക. പ്രസംഗിക്കുന്നത് വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നത് പ്രസംഗിക്കുന്നില്ലെങ്കിൽ, പറയുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം എന്താ? നമ്മൾ വിശ്വസിക്കുന്നത് പ്രസംഗിക്കുക. ആ നക്സലേറ്റായ അല്ലെങ്കിൽ നിരീശ്വരവാദിയായ ദൈവദാസൻ പറഞ്ഞതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. നമ്മൾ പറയുന്നത് സത്യമാണെങ്കിൽ, വിശ്വസിക്കുന്ന സത്യമാണെങ്കിൽ ഒരു പ്രതികൂലവും നമുക്ക് പ്രതികൂലമായി വരികയില്ല. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് എൻ്റെ ഈ സാക്ഷ്യം അവസാനിക്കേണ്ട കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവേ, സ്വർഗ്ഗീയ പിതാവേ, നീ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് കർത്താവ് ഞങ്ങളെ പരിശീലിപ്പിച്ച് നിന്റെ വയലിൽ അധ്വാനിക്കുവാൻ, ആദമിനെ നീ ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ വേല ചെയ്യുവാൻ, തോട്ടം കാക്കുവാനും കൽപ്പിച്ചതുപോലെ കർത്താവ് സുവിശേഷ വയലിൽ വേല ചെയ്യുവാൻ തിരുമേനി ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ബീഹാറിനായി
നന്ദിയോട് നിന്നെ സ്തുതിക്കുന്ന കർത്താവ്. ഇതുപോലെ പ്രവർത്തിക്കുന്ന, വടക്കേന്ത്യയിൽ പ്രവർത്തിക്കുന്ന, കേരളം വിട്ട് പ്രവർത്തിക്കുന്ന, കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലവിധമാകുന്ന പരിശോധനകളുടെ ശോധനകളിലൂടെ, കർത്താവ് എതിർപ്പുകളിലൂടെ, പ്രത്യേകിച്ച് കർത്താവ് വടക്കേന്ത്യയിലെ പല സ്റ്റേറ്റുകളും കർത്താവ് നിയമം നിർമ്മിച്ച് സുവിശേഷ വിലയെ തടയുമ്പോൾ, അനേക വിശ്വാസികൾ ധൈര്യത്തോടെ മുന്നോട്ട് വരുമ്പോൾ, കർത്താവ് ഞങ്ങൾ വിശ്വാസികൾ, ദൈവമക്കള്, ദൈവദാസന്മാരെ ഭയപ്പെട്ട് പിന്മാറാതെ വണ്ണം സത്യസുവിശേഷം കർത്താവ് ഈ ഭാരതത്തിൽ എല്ലായിടത്തും പ്രസംഗിക്കുവാൻ നീ കണ്ടിട്ടുള്ള, നീ തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾ നിന്റെ അടുക്കൽ വരുന്നതുവരെയും കർത്താവ് നിന്റെ വചനം പ്രസംഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ സാക്ഷ്യം കേട്ട ചിലരെങ്കിലും കർത്താവെ നിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാനൊക്കെ നമ്മുടെ ആകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുമനസ്സോടെ ആരെങ്കിലും നിന്റെ വേല ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവെ ഒരു ധൈര്യത്തോടെ നിന്റെ വേല ചെയ്യുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിക്കാൻ കർത്താവെ തിരുമേനി വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. പാതാള ഗോപുരങ്ങൾ കർത്താവെ ജയിക്കാത്ത നിന്റെ സ്വഭയെ പണിയുവാൻ തിരുമേനി ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടുകൂടെ കർത്താവെ നിന്റെ സ്വഭ പണിയുവാൻ തക്കണം ഞങ്ങളെ എല്ലാവരെയും ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ അരോമ ടിവിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാസനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേനി അധികമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അധികം ആളുകളോട് കർത്താവെ നിന്റെ വചനം അറിയിക്കുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരും കർത്താവെ ചിന്തിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സാക്ഷ്യങ്ങളും മറ്റൊരു സാക്ഷി ഉളവാക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും കർത്താവെ ഈ പ്ലാറ്റ്ഫോമിനെ കർത്താവിന് പിന്നെ ഒരുക്കി നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. ഇനിയും അനേകർക്ക് പ്രയോജനപ്പെടുവാൻ, അനേകരുടെ സാക്ഷ്യം കേൾക്കുവാൻ കർത്താവ് തിരുമേനി ഇതിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച നസ്രനായ യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന ചോദിക്കുന്നു. കൃപയുടെ കേൾക്കണമേ. സ്വർഗ്ഗീയ പിതാവേ, ആമേൻ. താങ്ക് യു. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ടി.സി. ബാബു അവറുകൾ ദൈവം നടത്തിയ അനുഗ്രഹിക്കപ്പെട്ട ആ ദൈവത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ ധന്യമായ സേവനവുമായി ദൈവം നിർത്തിയിരിക്കുന്ന ഇടത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന നല്ല അനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ITI വിദ്യാഭ്യാസത്തിന് ശേഷം വേണമെങ്കിൽ ആ ഒരു നിലയില് ജീവിതം മുന്നോട്ട് പോകാമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ഉൾനട്ടതായ വചനം ഹൃദയത്തിൽ വേരൂന്നി കഴിഞ്ഞപ്പോൾ ആ ഡിസംബർ മാസം 31 രാത്രിയിൽ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 12 മണിക്ക് എടുത്ത ആ തീരുമാനം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ദൈവ മുൻപാകെ ഇറങ്ങിത്തിരിക്കുവാൻ കർത്താവ് വിളിച്ചിറക്കിയ ആ ദിവസം മുതൽ ഇന്ന് വരെ പിന്മാറാതെ ആ യാത്രയിൽ തുടരുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അത് കേരളത്തിൽ നിന്ന് ബീഹാറിൽ വരെ എത്തി, ബീഹാറില് പടർന്ന് പന്തലിച്ച് അനേക ഗ്രാമങ്ങളിൽ അനേക പ്രിയപ്പെട്ടവരോട് സത്യസുവിശേഷം പ്രസ്താവിക്കുവാൻ വിവിധ മാധ്യമങ്ങളിലൂടെ വിവിധ നിലകളിലൂടെ ദൈവദാസനെ കുടുംബമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് കേൾക്കാൻ കർത്താവ് കൃപ ചെയ്തു. ഇന്ന് ബീഹാറില് ദൈവദാസൻ പറഞ്ഞതുപോലെ കൊയ്ത്തോളം കതിരും പതിരും കളയും ഒരുമിച്ച് വളരുന്ന ഒരു സാഹചര്യത്തിൽ ഉത്തരഭാരതത്തിലും എല്ലാ മേഖലകളിലും ഇന്ത്യയിലുടനീളം ഇന്ന് ദൈവം അത് അനുവദിച്ചിരിക്കുക. എന്നാൽ തക്ക സമയമാകുമ്പോൾ കതിര് ഉടയവന്റെ ഭണ്ഡാരത്തിലേക്ക് കതിര് മാത്രം ശേഖരിക്കുന്ന ഒരു സുദിനമുണ്ട്. ബാക്കി സകല പതിരിനെയും കളയെയും കൂട്ടിയിട്ട് ചുട്ടുകളയുന്ന ഒരു സുദിനമുണ്ട്. എന്നാൽ അതിൽ നിന്ന് ചിലരെയെങ്കിലും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ, നിത്യതയ്ക്കായി ഒരുക്കുവാൻ നമ്മളാൽ ആവോളം നമുക്ക് അത്യധ്വാനം ചെയ്യാം. കർത്താവ് അതിനായ അവസരങ്ങളെ ഒരുക്കട്ടെ. ദൈവദാസനെ, കുടുംബത്തെ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ മണ്ഡലങ്ങളെ ദൈവം അതിനെ ഉപയോഗിക്കട്ടെ. പ്രതികൂല സാഹചര്യങ്ങളൊക്കെ മാറി അനുകൂലമായ ചില ക്രമീകരണങ്ങൾ കർത്താവ് ഒരുക്കി തരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിനെ കർത്താവിന്റെ ദാസനുള്ളതായ നന്ദി, സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾക്കും വേറിട്ട അനുഭവമായി തീർന്നു ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം.
സമാന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക്, ഇത് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെയും ജീവിതത്തിലെ ഈ ശുശ്രൂഷ, ഈ സാക്ഷി ഒരു അനുഗ്രഹമായി തീരട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. aromamary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തും. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.